നമസ്കാരം. കോഡിംഗ് ടോക്സ് പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. എൻ്റെ പേര് വിഷ്ണു. ആമസോൺ സേജ് മേക്കർ സ്റ്റുഡിയോ അതിനെക്കുറിച്ചുള്ള ഒരു എപ്പിസോഡാണ് ഇന്നത്തെ. സേജ് മേക്കർ സ്റ്റുഡിയോ എന്താണെന്നും അതിൻ്റെ ഒരു ഓവർവ്യൂ എന്താണെന്നുള്ളതും പിന്നെ അത് വെച്ചിട്ട് എങ്ങനെ കസ്റ്റം മോഡൽസ് ഡെവലപ്പ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു പോഡ്കാസ്റ്റാണ്. ചിലപ്പോൾ ഈ ഒരു പോഡ്കാസ്റ്റ് ഒരല്പം ലെന്തി ആവാൻ ചാൻസ് ഉണ്ട്. സോ നിങ്ങൾക്ക് അത് സ്റ്റേജായിട്ട് ലിസൺ ചെയ്യാം. പോഡ്കാസ്റ്റ് എല്ലാ ഓഡിയോ പ്ലാറ്റ്ഫോംസിലും അതുപോലെ തന്നെ യൂട്യൂബിലും അവൈലബിൾ ആണ്. ഇതിൻ്റെ ഇംഗ്ലീഷ് പോഡ്കാസ്റ്റ് ഓൾറെഡി എൻ്റെ കോഡിംഗ് ടോക്സ് വിത്ത് വിഷ്ണു എന്നുള്ള ഇംഗ്ലീഷ് പോഡ്കാസ്റ്റ് പ്ലാറ്റ്ഫോമിലും അവൈലബിൾ ആണ്, യൂട്യൂബിലും അവൈലബിൾ ആണ്. സേജ് മേക്കർ, ആമസോൺ സേജ് മേക്കർ എന്ന് ഉള്ളത് കുറേ വർഷങ്ങളായിട്ടുള്ള സർവീസാണ്. ഒരു 4-5 വർഷത്തിന് പുറത്ത് ആയിട്ട് അതുണ്ടാവും. ബേസിക്കലി ഒരു സർവീസ് ചെയ്യുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സർവീസ് ഒരു കംപ്ലീറ്റ് യൂണിഫൈഡ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ഓർഗനൈസേഷന് നൽകുന്നതാണ്. കാരണം ഇത് വച്ചിട്ട്, ഈ ഒരു പ്ലാറ്റ്ഫോം വെച്ചിട്ട് അവർക്ക് മോഡൽസ്, കസ്റ്റം മോഡൽസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഓർഗനൈസേഷൻസിൽ. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് തുടങ്ങുന്നതിന് മുമ്പ്, ഈ ഒരു സേജ് മേക്കറിൻ്റെ എപ്പിസോഡ് സ്പെസിഫിക്കായിട്ട് തുടങ്ങുന്നതിന് മുമ്പ് ആമസോണിലുള്ള AWSലുള്ള, ഞാൻ ആമസോൺ എന്ന AWS എന്നുള്ളത് ഇൻ്റർചേഞ്ച് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ബേസിക്കലി AWS സർവീസാണ് ഉദ്ദേശിക്കുന്നത്. AWS സർവീസിൽ ജനറേറ്റീവ് AI അല്ലെങ്കിൽ മെഷീൻ ലാംഗ്വേജ് സർവീസസ് നോക്കുമ്പോൾ ഒരുപാട് സർവീസസ് കാണാൻ പറ്റും. ബട്ട് ബേസിക്കലി 3 സർവീസാണ് പ്രൈമറിലി ആയിട്ട് ഉള്ളത്. ഒന്ന് ആമസോൺ ബെഡ് റോക്ക് എന്ന് പറയുന്ന ഒരു സർവീസുണ്ട്. പിന്നെ ആമസോൺ ഏജൻറ്റ് കോർ എന്ന് പറയുന്ന ഒരു സർവീസ്, ന്യൂ സർവീസാണ്. പിന്നെ ഉള്ളത് ഈ ആമസോൺ സേജ് മേക്കർ സ്റ്റുഡിയോ ആണ്. ഇപ്പം നോർമലി ഒരു ഡൗട്ട് എല്ലാവർക്കും വരുന്നത് ഏത് സർവീസാണ് സെലക്ട് ചെയ്യേണ്ടതെന്നുള്ളതാണ്. കാരണം ഇതിൻ്റെയൊക്കെ ഫങ്ഷനാലിറ്റി കുറച്ച് ഓവർലാപ്പിംഗ് ആയിട്ട് വരാറുണ്ട്. സോ അതുകൊണ്ട് ആദ്യത്തെ ആ 2 സർവീസിനെ കുറിച്ച്, ആമസോൺ ബെഡ് റോക്കിനെ കുറിച്ചും ഏജൻറ്റ് കോറിനെ കുറിച്ചും ക്ലാരിഫൈ ചെയ്തിട്ട് സേജ് മേക്കറിലോട്ട് പോവാം. സേജ് മേക്കർ മെയിൻലി ചൂസ് ചെയ്യുന്നത് കസ്റ്റം മോഡൽ, അതായത് അഡ്വാൻസ് ലെവലിലായിട്ടുള്ള മെഷീൻ ലാംഗ്വേജ് മോഡൽസ് അല്ലെങ്കിൽ AI മോഡൽസ് ഓർഗനൈസേഷൻസിന് വേണ്ടി ഡെവലപ്പ് ചെയ്യുന്ന കേസ് വരുമ്പം, എക്സാമ്പിൾ ചില ഓർഗനൈസേഷൻസ്, നെറ്റ്ഫ്ലിക്സ്, Airbnb, അവർക്കൊക്കെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ മോഡൽ മാത്രം മതിയാവില്ല അവരുടെ ബിസിനസ് റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യാൻ. അങ്ങനെയുള്ള കേസസിൽ അവർക്ക് ഒരു കസ്റ്റം മോഡൽ ഡെവലപ്മെൻറ്റ് ആവശ്യമായിട്ട് വരും. അതിനു വേണ്ടിയുള്ള ഫുൾ ഒരു ഹെൽപ്പ് ചെയ്യുന്ന ഒരു സർവീസാണ് ആമസോൺ സേജ് മേക്കർ സ്റ്റുഡിയോ എന്ന് പറയുന്നത്. അതേസമയം നമുക്ക് ആദ്യത്തെ ആ 2 സർവീസിനെ കുറിച്ച് നോക്കിയിട്ട് അടുത്തേക്ക് പോകാം. ആമസോൺ ബെഡ് റോക്ക് എന്ന് പറയുന്ന സർവീസ് എന്ന് പറയുന്നത് സിമ്പിൾ സർവീസാണ്, അതായത് ഈസി ടു യൂസബിൾ സർവീസാണ്. ബേസിക്കലി നിങ്ങളുടെയൊക്കെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ആപ്ലിക്കേഷൻ ഏതെങ്കിലും തരത്തിലുള്ള ജനറേറ്റീവ് AI ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മോഡൽ യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ആമസോൺ ബെഡ് റോക്ക് API മുഖാന്തരം ആ പറഞ്ഞ മോഡൽസിനെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അതിൻ്റെ മീനിങ്, നിങ്ങൾക്കൊരു REST API വെച്ചിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻസ് ഈ പറഞ്ഞ ബെഡ് റോക്കിലേക്ക് കണക്ട് ചെയ്യാം, ഇഷ്ടമുള്ള മോഡൽസ് ചൂസ് ചെയ്യാം. ChatGPTയിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു പ്രോംപ്റ്റ് കൊടുക്കാൻ നേരത്ത് ChatGPTയുടെ അണ്ടർലൈങ് മോഡലാണ് അത് യൂസ് ചെയ്യുന്നത്. സിമിലർലി ജെമിനിയിലോ അല്ലെങ്കിൽ ആമസോൺ ക്യൂലോ നമുക്ക് മോഡൽസ് ബൈ ഡിഫോൾട്ട് ഒരു മോഡൽ ഉണ്ടാവും. അതുപോലെ തന്നെ മൾട്ടിപ്പിൾ മോഡൽസ് നമുക്കതിൽ ചൂസ് ചെയ്യാം നമ്മുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച്. അതുപോലെ ഈ ബെഡ് റോക്കിൽ അതൊരു യൂണിഫൈഡ് API ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷെ അണ്ടർലൈൻ ഈ പറഞ്ഞ പോലെ ഓൺ ദ സ്പോട്ട് നമുക്ക് മോഡൽസിനെ സ്വിച്ച് ഓവർ ചെയ്യാം. അതായത് ഇപ്പോൾ എൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഞാൻ ആമസോൺ ബെഡ് റോക്കിലേക്ക് കണക്ട് ചെയ്തിരിക്കുകയാണ്. എനിക്ക് GPT-യുടെ ഒരു സ്പെസിഫിക് വെർഷൻ ഓഫ് മോഡലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ എനിക്കത് യൂസ് ചെയ്യാം. എനിക്കൊരു പ്രോംപ്റ്റ് കൊടുക്കാം, എനിക്ക് അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടും. കോസ്റ്റ് ഇൻഫറൻസിനെ ബേസ് ചെയ്തിട്ടാണുള്ളത്. അതുപോലെ തന്നെ വേറെ ഒരു മോഡലാണ് വേണ്ടതെന്നുണ്ടെങ്കിലും എനിക്ക് ഓൺ ദ ഫ്ലൈ അത്
ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ SDK അതിൻ്റെ ഇതെല്ലാം ആമസോണിൻ്റെ സൈറ്റിൽ നിന്ന് ഡോക്യുമെൻറ്റേഷനിൽ കിട്ടും, AWSൻ്റെ ഡോക്യുമെൻറ്റേഷനിൽ നിന്ന് കിട്ടും. സോ നിങ്ങളുടെ ഡിഫറെൻ്റ് ആപ്ലിക്കേഷൻസ് ബേസ്ഡ് ഓൺ ലാംഗ്വേജ്, C#, ജാവാസ്ക്രിപ്റ്റ്, അങ്ങനെ ആപ്ലിക്കേഷൻ അനുസരിച്ച് ബേസിക്കലി REST API ആയിട്ട് ഇതിനെ ആമസോൺ ബെഡ്റോക്കിലേക്ക് കണക്ട് ചെയ്യാം, യൂസ് ചെയ്യാൻ പറ്റും. അതാണ് ഇതൊരു ഈസി ടു അണ്ടർസ്റ്റാൻഡ് സർവീസാണ്, മാനേജിങ് സർവീസാണ്, ഓട്ടോമാറ്റിക് സ്കെയിലബിലിറ്റി എല്ലാം ഉണ്ട്. പിന്നെ അത് കൂടാതെ ഇതൊരു ബെഡ്റോക്ക് സ്പെസിഫിക് സെഷൻ അല്ല എങ്കിലും അതിന് ജസ്റ്റ് ഈ പറഞ്ഞ മോഡൽസ് യൂസ് ചെയ്യുന്നതിനെക്കാട്ടിയും അതിലുപരി ഓർഗനൈസേഷൻ സ്പെസിഫിക് ആയിട്ടുള്ള കോണ്ടെക്സ്റ്റും ഇതിൽ ബെഡ്റോക്കിൽ ആഡ് ചെയ്യാൻ പറ്റും. റിട്രീവൽ ഓഗ്മെൻറ്റഡ് ജനറേഷൻ എന്നാണ് പറയുന്നത്, റാഗ് എന്ന് പറയും, അത് വെച്ചിട്ട് ആഡ് ചെയ്യാൻ പറ്റും. സോ കുറച്ചുകൂടെ ഒരു കസ്റ്റമൈസേഷൻ അത് പ്രൊവൈഡ് ചെയ്യും. സോ അതാണ് ഒന്ന്. ഇനി അതല്ല, വേറെ ഒരു യൂസ് കേസ്, ഓർഗനൈസേഷനുള്ള ഒരു യൂസ് കേസാണ് ഏജൻറ് KI എന്ന് പറയുന്നത്. ഏജൻറ് KI എന്ന് പറയുന്നത് ജനറേറ്റീവ് AIയുടെ ഒരു അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സാണ്. അതായത് അവിടെ ഒരു പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രോംപ്റ്റിൽ നിന്ന് ഈ ഫൗണ്ടേഷൻ മോഡൽ ഈ പറഞ്ഞ നിങ്ങളുടെ റിക്വയർമെൻറ്റ്സ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു, പിന്നെ അത് ഡിഫറെൻറ്റ് ടാസ്ക് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. ഈ ടാസ്ക് ഏജൻറ്റ്സ് പാരലലി എക്സിക്യൂട്ട് ചെയ്യുന്നു. ഏജൻറ് KIയുടെ ഒരു ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത് അതിനൊരു ലൂപ്പ് കൂടിയുണ്ട്. അതായത് ഐട്രേറ്റീവ്, അത് ഈ ഫീഡ്ബാക്ക് ആദ്യം നിങ്ങൾ കൊടുത്ത ആ ഒരു പ്രോംപ്റ്റിൻ്റെ റിസൾട്ടായിട്ടുള്ള ടാസ്ക് എക്സിക്യൂഷൻ്റെ ഒരു ഔട്ട്കം നോക്കിയിട്ട് നമ്മൾ കൊടുത്ത ആ പ്രോംപ്റ്റിനനുസരിച്ച് അത് വന്നിട്ടുണ്ടോ എന്നുള്ളത് നോക്കും. ഇല്ലയെന്നുണ്ടെങ്കിൽ അതൊന്നുകൂടെ ഐട്രേറ്റ് ചെയ്യും. സോ അതിന് സെൽഫ് ഇവോൾവ് ചെയ്യാനുള്ള ഒരു ക്യാപ്പബിലിറ്റി ഉണ്ട്. സോ അങ്ങനെ ഇവോൾവ് ചെയ്തിട്ട് ഫൈനലി ഇത് ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് തരും. ജനറേറ്റീവ് AIയിൽ നമ്മൾ കൊടുക്കുന്നതിനെ ബേസ് ചെയ്തിട്ട് ഒരു ഔട്ട്പുട്ട് തന്നുകൊണ്ടിരുന്നെങ്കിൽ ഇത് കുറച്ചുകൂടെ ആക്ഷൻസ് ഇതിനെടുക്കാൻ പറ്റും. അതാണ് ഈ കോപ്പൈലറ്റ് അതുപോലെയുള്ള ഏജൻറ്റിക് ടൂൾസിൽ കാണാൻ പറ്റുന്നത്. ആക്ഷൻസ്, മൾട്ടിപ്പിൾ ആക്ഷൻസ് അതിനെ ചെയ്യാൻ പറ്റും. ഒരു ബഗ് ഫിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കോപ്പൈലറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് അനലൈസ് ചെയ്തിട്ട് ബഗ് ഫിക്സ് ചെയ്യാൻ പറ്റും. സോ ഏജൻസ് ആണ് അവിടെ വർക്ക് ചെയ്യുന്നത്. അതാണ് ഏജൻറ് KI എന്ന് പറയുന്നത്. സോ അങ്ങനെയുള്ള ഏജൻറ് KI ആപ്ലിക്കേഷൻസ് ഓർഗനൈസേഷൻസിനെ ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആമസോൺ AWS കൊടുക്കുന്ന ഒരു ടൂൾ ആണ് സ്റ്റാൻസ് എന്ന് പറഞ്ഞൊരു ഫ്രെയിം വർക്കുണ്ട്. ആ ഫ്രെയിം പൈത്തണിൽ ഉള്ള ഒരു ഫ്രെയിം വർക്കാണ്. അത് വെച്ചിട്ട് ഈസി ആയിട്ട് ഏജൻറ് KI ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഓർഗനൈസേഷൻസിൻ്റെ ബിസിനസ് വർക്ക് ഫ്ലോസ് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ ഈ പറഞ്ഞ സ്റ്റാൻസ് ഫ്രെയിം വർക്ക് വെച്ചിട്ട് ഇതിനെ ഒരു ഏജൻറ് KI ഏജൻറ്റ്സ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെ മൾട്ടിപ്പിൾ ഏജൻറ്റ്സ് തമ്മിൽ കണക്ട് ചെയ്തിട്ട് ഒരു സ്പെസിഫിക് ഗോൾ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെ വർക്ക് ഫ്ലോ മീറ്റ് ചെയ്യാനൊക്കെ അത് വെച്ചിട്ട് പറ്റും. അങ്ങനെയുള്ള ഏജൻറ് KI ആപ്ലിക്കേഷൻസ് സ്റ്റാൻസ് ഫ്രെയിം വർക്ക് വെച്ചിട്ട് ചെയ്യാം. പിന്നെ സ്പ്രിംഗ് AI എന്ന് പറഞ്ഞൊരു ഫ്രെയിം വർക്കുണ്ട്, അത് വെച്ചിട്ട് ചെയ്യാം. വേറെ ഒരുപാട് ഫ്രെയിം വർക്ക്സും ഉണ്ട്. ബട്ട് ഏറ്റവും ഈസി ആയിട്ടുള്ള ഫ്രെയിം വർക്ക് സ്റ്റാൻസ് ഫ്രെയിം വർക്കാണ്. കാരണം വിത്ത് മിനിമൽ കോഡ് നിങ്ങൾക്ക് ഏജൻറ് KI ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഏജൻറ് KI ആപ്ലിക്കേഷൻസിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ പല സെഷൻസിലും പല ഏരിയയിലും ഉള്ള സെഷൻസിൽ ഒരുപാട് കോംപ്ലക്സ് ആയിട്ട് ഒരുപാട് തരത്തിലുള്ള ഫ്രെയിം വർക്ക്സും മറ്റു കാര്യങ്ങളുമൊക്കെ അവർ പറയാറുണ്ട്. പക്ഷേ സ്റ്റാൻസിൻ്റെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഇൻബിൽട്ടായിട്ട് കണക്റ്റേഴ്സ് ഉണ്ട് മോസ്റ്റ് ഓഫ് ദ ടാസ്ക്. ഇപ്പോൾ ഫയലിനെ ആക്സസ് ചെയ്യാനുള്ള ആണെങ്കിലോ അല്ലെങ്കിലും അത് AWSൻ്റെ മറ്റ് സർവീസസുമായിട്ട് കണക്ട് ചെയ്യാനുള്ളതാണെങ്കിലോ ഒക്കെയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരുപാട് കണക്റ്റേഴ്സ് അതിൽ തന്നെ ഉണ്ട്. അത് കാരണം ഈസി ആയിട്ട് വളരെ മിനിമൽ ലെവൽ ഓഫ് കോഡ് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. മാത്രമല്ല മറ്റ് AI സർവീസസായിട്ട്, അതായത് ആമസോൺ ബെഡ്റോക്ക് പോലെയുള്ള AI സർവീസസായിട്ട് കണക്ട് ചെയ്യാനും പറ്റും. സോ വൺസ് ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത ഏജൻറ് KI ആപ്ലിക്കേഷൻസ് ഡിപ്ലോയ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഏജൻറ് റൺ ടൈം കോർ എന്ന് പറയുന്നത്. അതാണ് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം. ഇതല്ലാതെ കണ്ടെയ്നറിലും ഡിപ്ലോയ് ചെയ്യാൻ പറ്റും. ബട്ട് ഏജൻറ് കോർ റൺ ടൈമാണ് സജസ്റ്റ് ചെയ്യുന്ന, AWS സജസ്റ്റ് ചെയ്യുന്ന ഒരു അപ്രോച്ച്. സോ ഇതാണ് രണ്ട് രീതിയിലുള്ള ഏജൻറ് KI റിലേറ്റഡ് ആയിട്ടുള്ള സർവീസസ്. ഇതല്ലാതെ മൂന്നാമത് വരുന്ന ഒന്നാണ് ബെഡ്റോക്ക് എന്ന് പറയുന്നത്, സേജ് മേക്കർ എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യുന്നത്.
കസ്റ്റം മോഡൽ ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷന് വേണ്ടി വരുന്ന കേസസിൽ ഈ പറഞ്ഞ സേജ് മേക്കർ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ചോയ്സാണ്. സോ ഇത് വെച്ചിട്ട് ഓർഗനൈസേഷൻ സ്പെസിഫിക് ഡേറ്റ വെച്ചിട്ട് നിങ്ങൾക്ക് സേജ് മേക്കർ യൂസ് ചെയ്ത് മോഡൽസിനെ ട്രെയിൻ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഒരു പരിധിവരെ ബെഡ് റോക്കിലും പറ്റും. നേരത്തെ പറഞ്ഞ പോലെ റിട്രീവൽ ഓഗ്മെൻറ്റഡ് ജനറേഷൻ വെച്ചിട്ട് കോണ്ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ പറ്റും. എക്സിസ്റ്റിംഗ് മോഡൽസിൻ്റെ മുകളിൽ കോണ്ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ പറ്റും. പക്ഷേ സേജ് മേക്കറിൽ സ്പെസിഫിക് ആയിട്ട് ഒരു മോഡൽ ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റും സ്പെസിഫിക് രീതിയിൽ. പിന്നെ ഇത് കൂടാതെ സേജ് മേക്കറിൻ്റെ ഒരു പ്രത്യേകത എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എൻ്റർപ്രൈസ് ടെസ്റ്റഡ് ആയിട്ടുള്ള അൽഗോരിതംസും മോഡൽസും ഒക്കെ സേജ് മേക്കറിൽ അവൈലബിൾ ആണ്. ഈ പറഞ്ഞ എല്ലാ മോഡൽസും അൽഗോരിതംസും അവൈലബിൾ ആണ്. അതുകൊണ്ട് ഈ മെഷീൻ ലേണിംഗ് ടീം അല്ലെങ്കിൽ AI ഡേറ്റാ സയൻറ്റിസ്റ്റ് പോലെയുള്ളവർക്ക് ഈ പറഞ്ഞ ടൂള് യൂസ് ചെയ്തിട്ട്, ഈ പറഞ്ഞ സേജ് മേക്കർ യൂസ് ചെയ്തിട്ട് അൽഗോരിതംസ് യൂസ് ചെയ്യാനും വർക്ക് ഫ്ലോസ് ഒക്കെ വെച്ചിട്ട് അവർക്ക് ഒരു യുണീക്ക് ബിസിനസ് പ്രോബ്ലംസ് സോൾവ് ചെയ്യാനും പറ്റും. കൂടാതെ ഡെവലപ്മെൻറ്റ് മാത്രമല്ല, ഡിഫറെൻറ്റ് ടീംസിന് യൂണിഫൈഡ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും സേജ് മേക്കറിന്. ഒരു കസ്റ്റം മോഡൽ ഡെവലപ്മെൻറ്റ് ചെയ്യാൻ നേരത്തെ ഒരുപാട് തരത്തിലുള്ള ടീംസ് അവിടെ ആവശ്യമായിട്ട് വരും. ഡേറ്റാ സയൻറ്റിസ്റ്റ് വരും, ML എൻജിനീയേഴ്സ് വരാം, ഡെവോപ്സ് എൻജിനീയേഴ്സ് വരാം, ഡെവലപ്പേഴ്സ് വരാം. അങ്ങനെ എല്ലാവർക്കും ഒരുമിച്ച് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് സേജ് മേക്കർ എന്ന് പറയുന്നത്. പിന്നെ ഏറ്റവും വലിയ മറ്റൊരു അഡ്വാൻറ്റേജ്, ഇതൊരു മാനേജ്ഡ് സർവീസാണ്. സോ അതുകൊണ്ട് എവറിത്തിങ് നമുക്ക് എന്താണോ വേണ്ടത് നമുക്ക് അൽഗോരിതം ചൂസ് ചെയ്യാം, നമുക്കത് ടെസ്റ്റ് ചെയ്യാം. നോട്ട്ബുക്സ് അവൈലബിൾ ആണ്, ടെസ്റ്റ് ചെയ്യാം. അതിനെ മോഡൽസ് ഡെവലപ്പ് ചെയ്യാം. സോൺസ് മോഡൽ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു രജിസ്ട്രിയിൽ സ്റ്റോർ ചെയ്യാം. മറ്റ് ടീംസിന് അതിനെ യൂസ് ചെയ്യാം, ഇവോൾവ് ചെയ്യാം, വെർഷൻ കൺട്രോൾ, അങ്ങനെ ഒരുപാട് ഫെസിലിറ്റീസ് എല്ലാം സേജ് മേക്കർ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് സേജ് മേക്കറിൻ്റെ ഒരു എപ്പിസോഡ് ആണിതെങ്കിലും സിമ്പിളായിട്ടുള്ള നീഡ്സിനെ ഏറ്റവും ഈസി ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റുന്നത് ബെഡ് റോക്കാണ്. അതിൽ ഇനി വർക്ക് ഫ്ലോ റിലേറ്റഡ് ആയിട്ടുള്ള ഓർക്കസ്ട്രേഷനാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ സ്റ്റാൻസ് വെച്ചിട്ട് സ്റ്റാൻസോ അല്ലെങ്കിൽ സ്പ്രിങ് AI ഒക്കെ വെച്ചിട്ട്, സ്റ്റാൻസാണ് സജസ്റ്റ് ചെയ്യുന്നത്, അത് വെച്ചിട്ട് ചെയ്തിട്ട് ഏജൻറ്റ് കോറിൽ ഡിപ്ലോയ് ചെയ്യാൻ പറ്റും. അതല്ല ഇനി അങ്ങനത്തെ മോഡലൊന്നും സ്യൂട്ടബിൾ അല്ല ഒരു ഓർഗനൈസേഷനിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ സേജ് മേക്കർ യൂണിഫൈഡ് പ്ലാറ്റ്ഫോം യൂസ് ചെയ്തിട്ട് കസ്റ്റം മോഡൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. സോ എവറിത്തിങ് ഒരു AI വർക്ക്ഷോപ്പിന് വേണ്ടുന്ന കംപ്ലീറ്റ് ടൂൾസ് ഒരു സിംഗിൾ ലൊക്കേഷനിൽ കിട്ടുകയാണെങ്കിൽ അതിനെയാണ് ഈ പറഞ്ഞ ആമസോൺ സേജ് മേക്കർ സ്റ്റുഡിയോ എന്ന് പറയുന്നത്. അതിൻ്റെ ബെനിഫിറ്റ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ വർക്ക് ചെയ്യുന്നവർ, ഈ ഒരു പ്രൊജക്റ്റ് വർക്ക് ചെയ്യുന്നവർക്ക് മൾട്ടിപ്പിൾ ടൂൾസിലേക്ക് പോകേണ്ടതില്ല. അവർക്ക് ഈ പറഞ്ഞ ഡിഫറെൻറ്റ് പ്ലാറ്റ്ഫോംസ് സ്വിച്ച് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യം വരുന്നില്ല. എല്ലാം ഒരൊറ്റ ഇൻറ്റഗ്രേറ്റഡ് എൻവയോൺമെൻറ്റിനകത്ത് തന്നെ കിട്ടും. കൂടാതെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കോംപ്ലക്സിറ്റി, അതായത് ഒരു അൽഗോരിതം ചൂസ് ചെയ്ത് കഴിഞ്ഞ് അതിൽ ഡേറ്റ ഫീഡ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ മോഡൽ ട്രെയിൻ ചെയ്യുന്നതിന് അങ്ങനെ അല്ലെങ്കിൽ അതിൻ്റെ ഡിപ്ലോയ്മെൻറ്റിന് ഇങ്ങനെയൊക്കെ വേണ്ടി വരുന്ന എല്ലാ ഇൻഫ്രാസ്ട്രക്ചർ റിക്വയർമെൻറ്റും AWS തന്നെ മാനേജ് ചെയ്യും. അതിൻ്റെ ബെനിഫിറ്റ് ഇത് ക്രിയേറ്റ് ചെയ്യുന്നവർക്ക്, കസ്റ്റം മോഡൽ ക്രിയേറ്റ് ചെയ്യുന്നവർക്ക് ബിസിനസ് പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റും. അവർക്ക് ഈ ഇൻഫ്രാസ്ട്രക്ചർ മാനേജ്മെൻറ്റിനെ കുറിച്ച് അധികം ബോധർ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം ഉണ്ടാവുന്നില്ല. മെയിൻലി ടീം കൊളാബറേഷൻ സിമ്പിളാവുന്നു, ഇൻഫ്രാസ്ട്രക്ചർ മാനേജ്മെൻറ്റ് കുറയുന്നു. ഇൻ അഡീഷൻ ടു ദാറ്റ്, ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ മറ്റ് എപ്പിസോഡ്സിൽ ഞാൻ പറയാറുള്ള പോലെ ആമസോൺ ക്യൂ ഇൻ്റഗ്രേഷൻ ഇതിലുണ്ട്. അത് കാരണം ആമസോൺ ക്യൂ എന്ന് പറയുന്നത് ഒരു ഏജൻറ്റിക് AI അസിസ്റ്റൻ്റാണ്, ഏജൻറ്റിക് AI അസിസ്റ്റൻ്റാണ്. ആമസോണിൻ്റെ ഡോക്യുമെൻറ്റേഷൻ, AWSൻ്റെ ഡോക്യുമെൻറ്റേഷൻ ആൻഡ് ബെസ്റ്റ് പ്രാക്ടീസസ് ബേസ് ചെയ്തിട്ടുള്ള ഒരു AI സിസ്റ്റമാണ് ആമസോൺ ക്യൂ. അത് കാരണം ബെസ്റ്റ് പ്രാക്ടീസസ് ആൻഡ് ബെസ്റ്റ് സജഷൻസ്, റെക്കമെൻഡേഷൻസ് ഒക്കെ ആമസോൺ ക്യൂവിന് സജസ്റ്റ് ചെയ്യാൻ പറ്റും. അത് ഈ ഡെവലപ്മെൻറ്റ് വർക്ക് ഫ്ലോയിൽ ആക്ച്വലി ഹെൽപ്പ് ചെയ്യും. ഇനി ഇത് ഏതൊക്കെ തരത്തിലുള്ള യൂസ് കേസിന് ആണ് സൂട്ടബിൾ ആയിട്ടുള്ളതെന്നാണ് സേജ് മേക്കർ.
സേജ് മേക്കറിൽ 15 പുറത്ത് പ്രീ ബിൽട്ട് അൽഗോരിതംസ് അവൈലബിൾ ആയിട്ടുണ്ട്. ഈ നമ്പർ ചേഞ്ച് ചെയ്യാം. ഒരു അപ്രോക്സിമേഷനാണ് പറയുന്നത്. 15 പുറത്ത് പ്രീ ബിൽട്ട് അൽഗോരിതംസ് ഉണ്ട്. സോ അതൊക്കെ ഡയറക്റ്റ് യൂസ് ചെയ്യാം. ബിസിനസ് ഇൻ്റലിജൻസിൻ്റെ കേസിൽ, അതായത് ഇപ്പം ഫ്രോഡ് ഡിറ്റക്ഷൻ പോലെയുള്ള കേസസിൽ XGBoost പോലെയുള്ള അൽഗോരിതംസ് യൂസ് ചെയ്യാം. പിന്നെ കസ്റ്റമർ സെഗ്മെൻറ്റേഷൻ അങ്ങനെയുള്ള കേസസിൽ K-മീൻസ് യൂസ് ചെയ്യാം. കണ്ടൻറ് മോഡറേഷൻ ആവശ്യമായിട്ടുള്ള കേസസിൽ അവിടെ ഇമേജ് ക്ലാസിഫിക്കേഷൻ, വിഷ്വൽ റെക്കഗ്നിഷൻ, അതിന് ഒക്കെ ഒബ്ജക്റ്റ് ഡിറ്റക്ഷൻ അല്ലെങ്കിൽ മെഡിക്കൽ ഇമേജ് അനാലിസിസ്, ഇതിനൊക്കെ വേണ്ടിയുള്ള സെപ്പറേറ്റ് അൽഗോരിതംസ് ആൻഡ് മോഡൽസ് അവൈലബിൾ ആണ്. സിമിലർലി ടെക്സ്റ്റ് ലാംഗ്വേജിൻ്റെ അനാലിസിസിനുള്ള മോഡൽസ്, സെൻറ്റിമെൻ്റ് അനാലിസിസ്, ലാംഗ്വേജ് ട്രാൻസ്ലേഷൻ, കൂടാതെ ഫോർകാസ്റ്റിംഗ്, ഇ-കൊമേഴ്സ് സെക്ഷൻസ്, ആ ഡൊമൈൻസിനൊക്കെ യൂസ് ചെയ്യുന്ന ഓൺ ഡിമാൻഡ് പ്ലാനിങ്, സെയിൽസ് പ്രഡിക്ഷൻസ്, പിന്നെ ക്രെഡിറ്റ് കാർഡ്, ബാങ്കിങ്, അവിടെയൊക്കെ ചില സമയങ്ങളിൽ ചില ട്രാൻസാക്ഷൻസിന് ചെറിയ എന്തെങ്കിലും തരത്തിലുള്ള വേരിയേഷൻസ് അല്ലെങ്കിൽ ഫ്രോഡ് ആക്ടിവിറ്റീസ് ഡിറ്റക്റ്റ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ ഫോർകാസ്റ്റ് ചെയ്യാനും ഒക്കെയുള്ള മോഡൽസ് ആൻഡ് അൽഗോരിതംസ് അവൈലബിൾ ആണ്. ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്തെന്ന് പറഞ്ഞാൽ എൻ്റർപ്രൈസസിന് ഇത് ഡയറക്റ്റായിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റും. എക്സിസ്റ്റിംഗ് എൻ്റർപ്രൈസസ്, ടെസ്റ്റഡ് ആയിട്ടുള്ള എൻ്റർപ്രൈസസ് യൂസ് ചെയ്യുന്ന മോഡൽസാണിത് ആൻഡ് അൽഗോരിതംസ് ആണ്, ലൈക്ക് നെറ്റ്ഫ്ലിക്സ്, എയർബിഎൻബി ഒക്കെ. സോ നിങ്ങൾക്ക് ഇത് ഡയറക്റ്റ് യൂസ് ചെയ്യാം. പിന്നെ പുതിയ റിക്വയർമെൻറ്റ് വരുന്നതനുസരിച്ച് ഇതിനെ കൂടുതൽ കസ്റ്റമൈസ് ചെയ്യാം. അതൊക്കെയാണ് ഇതിൻ്റെ ഒരു മെയിൻ ബെനിഫിറ്റ്. ഇനി ഇതിൽ ഈ സേജ് മേക്കറിൻ്റെ ഒരു AI ടൂൾ കിറ്റ് എന്നാണ് പറയുന്നത്. അതിൻ്റെ ഒരു ഡീറ്റെയിൽസിലേക്ക് നമുക്ക് നോക്കാം. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഡേറ്റ എക്സ്പ്ലോറേഷൻ സെക്ഷനാണ്. ഇതിന് ഇവിടെ നമുക്ക് ഒരു മോഡൽ പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഡേറ്റാസിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു സെക്ഷനാണ്. ഇത് AI സേജ് മേക്കറിനകത്തുള്ള ഒരു സെക്ഷനാണ് ഡേറ്റ എക്സ്പ്ലോറർ. ഇവിടെ ക്വറി എഡിറ്റർ എന്ന് പറഞ്ഞൊരു സെക്ഷനുണ്ട്, ടൂളുണ്ട്. ഈ ക്വറി എഡിറ്റർ വെച്ചിട്ട് നിങ്ങൾക്ക് ഡിഫറെൻറ്റ് കണക്റ്റേഴ്സ് യൂസ് ചെയ്തിട്ട് ഡിഫറെൻറ്റ് സെറ്റ്സ് ഓഫ് ഇൻകമ്മിങ് ഡേറ്റ ആയിട്ട് കണക്ട് ചെയ്യാം. ഒരു ഓർഗനൈസേഷൻസിൻ്റെ ഡേറ്റ പല ഏരിയയിലായിരിക്കും റിസൈഡ് ചെയ്തിരിക്കുന്നത്. ചിലപ്പോൾ അത് ഡേറ്റാ ബേസിലുണ്ടാവാം, ചിലപ്പോൾ ഡേറ്റ ലേക്കിലാവാം, അല്ലെങ്കിൽ S3 സ്റ്റോറേജ് ബക്കറ്റിലാവാം. ഇത് കൂടാതെ തന്നെ ഒരുപാട് കണക്റ്റേഴ്സ്, ഇഷ്ടംപോലെ കണക്റ്റേഴ്സ് ഈ പറഞ്ഞ പോലെ സേജ് മേക്കറിൻ്റെ ക്വറി എഡിറ്ററിൽ അവൈലബിൾ ആണ്, ഈ പറഞ്ഞ ഡേറ്റ എക്സ്പ്ലോററിൽ അവൈലബിൾ ആണ്. അത് കാരണം ഒരു സിംഗിൾ ഇൻ്റർഫേസ്, അതായത് ക്വറി എഡിറ്റർ യൂസ് ചെയ്തിട്ട് ഒരു പ്ലെയിൻ SQL യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ ഡേറ്റ എല്ലാം അഗ്രിഗേറ്റ് ചെയ്യാൻ പറ്റും. അഗ്രിഗേറ്റ് ചെയ്ത ഡേറ്റയെ നിങ്ങൾക്ക് നെക്സ്റ്റ് സ്റ്റേജിലേക്ക് കൊടുക്കാൻ പറ്റും. സോ അതാണ് ഈ ഡേറ്റ എക്സ്പ്ലോറർ സെക്ഷൻ. സോ ഇത് തന്നെ ഒരു ഈസി ആയിട്ടുള്ള ഒരു വേ ആണ്. കാരണം ഇവിടുത്തെ ഡേറ്റയെ അഗ്രിഗേഷൻ ചെയ്യുന്നതിനുള്ള ഡിഫറെൻറ്റ് കണക്റ്റേഴ്സ്, ഒരുപാട് കണക്റ്റേഴ്സ് ഈ പറഞ്ഞ പോലെ സേജ് മേക്കർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പാർട്ടെന്ന് പറയുന്നത് എക്സ്പെരിമെൻറ്റേഷൻ സ്പേസ് ആണ്, അതായത് നോട്ട് ബുക്സ് എന്നാണ് അതിനെ പറയുന്നത്. സേജ് മേക്കർ നോട്ട് ബുക്സ് എന്നുള്ളതാണ് എക്സാക്റ്റ് ടേം. അവിടെയാണ് ആക്ച്വലി ഈ പറഞ്ഞ ഡേറ്റയെ വെച്ചിട്ട് എങ്ങനെ മോഡൽ ബിൽഡ് ചെയ്യണം എന്നതിനെക്കുറിച്ചൊക്കെ ഡിസൈഡ് ചെയ്യുന്നത്. സോ അവിടെ നമുക്ക് കോഡ് റൈറ്റ് ചെയ്യാം, അണ്ടർലൈങ് അൽഗോരിതംസ് ആൻഡ് മോഡൽസ് യൂസ് ചെയ്യാം. എന്നിട്ട് ഈ പറഞ്ഞ ഡേറ്റയെ ഈ പറഞ്ഞ മോഡൽസ് അല്ലെങ്കിൽ അൽഗോരിതംസ് വെച്ചിട്ട് കോഡ് എഴുതാം. എന്നിട്ട് നമ്മുടെ ഒരു തോട്ട് പ്രോസസ്സൊക്കെ അവിടെ ഡോക്യുമെൻ്റ് ചെയ്യാം. പൈത്തൺ, SQL അല്ലെങ്കിൽ മറ്റ് ലാംഗ്വേജസ് ഏതാണോ കംഫർട്ടബിൾ ആയിട്ടുള്ളത് അത് വെച്ചിട്ട് എഴുതാം. സോ ഇങ്ങനെ എഴുതുന്ന ഈ പറഞ്ഞ ഈ നോട്ട്ബുക്കിൽ എഴുതുന്ന ഡേറ്റയെ ഓൺ ദ സ്പോട്ട് തന്നെ എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. സോ ബിഹൈൻഡ് ദ സീൻ ഇതിന് ഒരുപാട് കമ്പ്യൂട്ടിംഗ് പവറും മറ്റ് കാര്യങ്ങളൊക്കെ ആവശ്യമായിട്ടുണ്ട് വേണ്ടി വരും. സോ അക്കാര്യങ്ങളൊക്കെ തന്നെയും സേജ് മേക്കർ മാനേജ് ചെയ്തോളും, നമ്മൾ ബോദർ ചെയ്യേണ്ട ആവശ്യമില്ല. സോ അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് ട്രെയിനിങ് ടൈമിൽ ഈ പറഞ്ഞ പോലെ ഈ രീതിയിലൊക്കെ ചെയ്യാം. പിന്നെ ഇതിൻ്റെ ആക്ച്വൽ പ്രൊഡക്ഷനിൽ പോകുന്ന നേരത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ സ്കെയിലിംഗ് ഒക്കെ സേജ് മേക്കർ തന്നെ ഹാൻഡിൽ ചെയ്തോളും. സോ വൺസ് ഇങ്ങനെ ഈ പറഞ്ഞ ഒരു കറക്റ്റ് നോട്ട്ബുക്ക് ഡിസിഷൻസിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ മോഡൽ ബിൽഡിങ്ങിൽ, അതായത് ആ ഡേറ്റ എക്സ്പ്ലോറേഷൻ കഴിഞ്ഞ് പിന്നെ മോഡൽ ബിൽഡിംഗ് ആണ്.
അവിടെ പല മോഡൽസ് വെച്ചിട്ട് ഇങ്ങനെ ട്രൈ ചെയ്യും. അതായത് ചില ഈ പറഞ്ഞ നോട്ട്ബുക്സിൻ്റെയും മറ്റ് ടൂൾസിൻ്റെ ഹെൽപ്പോടുകൂടി കുറച്ച് എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്തിട്ട് ഇത് നെക്സ്റ്റ് അടുത്ത സ്റ്റേജിലേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ബെനിഫിറ്റ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കോപ്പിംഗ് ഫയൽസ് അല്ലെങ്കിൽ മറ്റ് സിസ്റ്റംസിലേക്ക് ഈ പറഞ്ഞ ഒരു ഔട്ട്കം കൊടുക്കേണ്ടുന്ന ഒരു ഡിഫിക്കൽട്ടി വരുന്നില്ല. കാരണം ഇതൊക്കെ ഒരു എൻ്റയർ ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റാണ് സേജ് മേക്കർ എന്ന് പറയുന്നത്. ഇതിനകത്ത് ബിൽഡ് ഇൻ പൈപ്പ് ലൈൻ എല്ലാം ഉണ്ട്. സോ സ്റ്റാർട്ട് ഫ്രം മോഡൽ ഡെവലപ്മെൻറ്റ് ടു ഡിപ്ലോയ്മെൻറ്റ് എവറിത്തിങ് സേജ് മേക്കറിൽ തന്നെ അവൈലബിൾ ആയിട്ട് ഉണ്ട്. സോ ഇതിൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സേജ് മേക്കർ സ്റ്റാർട്ട് ചെയ്യാൻ AWS ഫ്രീ ടയർ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. സേജ് മേക്കർ സ്റ്റുഡിയോ ലാബ് ലോഗിൻ സ്റ്റുഡിയോ ലാബ് അല്ലെ നമ്മൾ കയറി കഴിഞ്ഞാൽ വൺസ് ഫ്രീ ടയർ കിട്ടിക്കഴിഞ്ഞ് ഈ സ്റ്റുഡിയോ ലാബിൽ കയറി കഴിഞ്ഞാൽ അത് വെച്ചിട്ട് അവൈലബിൾ ആയിട്ടുള്ള മെഷീൻ മോഡൽസും മറ്റും വെച്ചിട്ട് മറ്റു ഒരു കോസ്റ്റും ഇല്ലാതെ തന്നെ ഫ്രീ ടയർ വെച്ചിട്ട് ട്രൈ ഔട്ട് ചെയ്യാൻ പറ്റും. സോ അപ്പ് ഫ്രണ്ട് ആയിട്ടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് ആവശ്യമായിട്ട് വരുന്നില്ല. സോ ട്രൈ ഔട്ട് ചെയ്യാൻ നോക്കാനായിട്ട്. കൂടാതെ AWS സ്കിൽ ബിൽഡർ പോലെയുള്ള പ്ലാറ്റ്ഫോമിൽ ഇതിനെക്കുറിച്ച് ഇതെങ്ങനെ ബെറ്ററായിട്ട് യൂസ് ചെയ്യുന്നതിനെക്കുറിച്ചുള്ള ട്രെയിനിങ്സും അവൈലബിൾ ആണ്. AWS ഡോക്യുമെൻറ്റേഷനിലും ഇത് അവൈലബിൾ ആണ്. പിന്നെ ഇതിൽ ഈ പറഞ്ഞ പോലെ എൻ്റർപ്രൈസസിന് ഇത് സേജ് മേക്കർ യൂസ് ചെയ്യുമ്പോൾ സെക്യൂരിറ്റി ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണ്. അത് ഇൻബിൽട്ടായിട്ട് തന്നെ ഇതിലുണ്ട്. സോ ഓട്ടോമാറ്റിക് പ്രൊട്ടക്ഷൻ, എല്ലാ ഡേറ്റയും എൻക്രിപ്റ്റഡ് ആയിരിക്കും. പിന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ഡേറ്റാസ് ഇതൊക്കെ നെറ്റ്വർക്ക് ഐസൊലേറ്റഡ് ആയിരിക്കും. ആക്സസ് കൺട്രോൾഡ് ബൈ ഡിഫോൾട്ട് ആയിരിക്കും. കൂടാതെ കംപ്ലയൻസ് റെഡി ആയിട്ടുള്ള എല്ലാ റിക്വയർമെൻറ്റ്സും മീറ്റ് ചെയ്യുന്നുണ്ട് സേജ് മേക്കർ. ലൈക്ക് കംപ്ലയൻസ് റൂൾസ് ലൈക്ക് HIPAA, GDPR, PCI DSS ഇതെല്ലാം ചെയ്യുന്നുണ്ട്. കൂടാതെ കംപ്ലീറ്റ് ട്രേസബിലിറ്റി ഉണ്ട്. അതായത് എന്തൊക്കെ ആക്ഷൻ ഇതിൽ ആരൊക്കെ ചെയ്യുന്നോ ഇതെല്ലാം കംപ്ലീറ്റ് ലോഗ് ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ അത് ട്രേസബിളാണ്. അതായത് ക്ലൗഡ് വാച്ചിലും ക്ലൗഡ് ട്രയലിലും രണ്ടിലും ഇത് ഈ പറഞ്ഞ ലോഗ്സ് ആക്സസിബിളാണ്. ഇതിൻ്റെ ഒരു ഷോർട്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ പറഞ്ഞ കംപ്ലയൻസ്, ഗവർണൻസ്, മെയിൻലി ദ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ആ ടീംസിന് കസ്റ്റം മോഡൽ ഡെവലപ്മെൻറ്റിലേക്ക് ഫോക്കസ് ചെയ്യാം. മറ്റ് കാര്യങ്ങളൊക്കെ ബൈ ഡിഫോൾട്ട് AWS മാനേജ് ചെയ്തോളും. ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് ഓർഗനൈസേഷനിൽ കിട്ടുന്നത് അറൗണ്ട് 25 to 40% കോസ്റ്റ് റിഡക്ഷൻ പ്രോപ്പറായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് സേജ് മേക്കർ വഴി കിട്ടും. കാരണം ഒരു ML ഇൻഫ്രാസ്ട്രക്ചർ ഇതുപോലെയുള്ള ഒരു മോഡൽ ട്രെയിനിങ്, ഡെവലപ്മെൻറ്റ്, മൾട്ടിപ്പിൾ ടീംസ് വർക്ക് ചെയ്യുന്നത്, പിന്നെ അവരുടെ ഒരു കൊളാബറേഷൻ, ഇതൊക്കെ വേണ്ടുന്നൊരു ടൂൾ സെറ്റപ്പ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഹ്യൂജ് കോസ്റ്റ് എഫേർട്ട് അതിൽ വരുന്നുണ്ട്. സോ 25 to 40% കോസ്റ്റ് റിഡക്ഷൻസ് ഈ സേജ് മേക്കർ വഴി കിട്ടും. അതുപോലെ തന്നെ ട്രെയിനിങ് സമയത്ത് ഒരുപാട് കമ്പ്യൂട്ട് പവറിൻ്റെ ആവശ്യമായിട്ട് വരും. ആ സമയങ്ങളിൽ സ്പോട്ട് ഇൻസ്റ്റാൻസസ് യൂസ് ചെയ്യാൻ പറ്റും. സ്പോട്ട് എന്ന് പറയുന്നത് ഈ നോൺ പ്രൊഡക്ഷൻ എൻവയോൺമെൻറ്റിന് യൂസ് ചെയ്യാൻ പറ്റുന്ന കമ്പ്യൂട്ട് ഇൻസ്റ്റൻസസ് ആണ്. വളരെ ചീപ്പാണത്. സോ അത്തരം ഇൻസ്റ്റൻസസ് യൂസ് ചെയ്ത് ട്രെയിനിങ്, ഈ മോഡൽ ട്രെയിനിങ് സമയത്തൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ അറൗണ്ട് 90% സേവിങ്സ് തന്നെ കിട്ടും. സോ അതിൻ്റെ മെയിൻ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ അപ്പ് ഫ്രണ്ട് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നില്ല. കൂടാതെ സ്കെയിലിംഗ് അപ്പ് ആൻഡ് സ്കെയിലിംഗ് ഡൗൺ ഓട്ടോമാറ്റിക്കായിട്ട് സേജ് മേക്കർ ഹാൻഡിൽ ചെയ്തോളും. പിന്നെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മെഷീൻ ലേണിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ടീം അല്ലെങ്കിൽ ഒരു AI മാനേജ്മെൻറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ടീമിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല. കാരണം ഇത് സേജ് മേക്കറിന് എല്ലാ റിട്ടേണും തരുന്നുണ്ട്. അതിൻ്റെ ഒരു ബെനിഫിറ്റ് റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് അറൗണ്ട് ഒരു ഏതാനും ശരിക്കും ഇംപ്ലിമെൻ്റ് ചെയ്യുകയാണെങ്കിൽ ഏതാനും മാസങ്ങൾക്ക് അല്ലെങ്കിൽ വർഷങ്ങൾ പോലും എടുക്കാതെ, ഏകദേശം ഈവൻ മാസങ്ങൾ പോലും എടുക്കാതെ ഏതാനും വീക്കുകൾ കൊണ്ടൊക്കെ തന്നെ അതിൻ്റെ ഒരു ടൈം ടു മാർക്കറ്റ് ടൈം ഇൻക്രീസ് ചെയ്യും. അങ്ങനെ ഉള്ള ബെനിഫിറ്റ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതെല്ലാം കസ്റ്റമായിട്ടുള്ള മോഡൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് മേജർ മെഷീൻ ലാംഗ്വേജ് ഫ്രെയിം വർക്ക്സ് അവൈലബിൾ ആണ്.
പിന്നെ നിങ്ങൾക്ക് ഇമ്പോർട്ടും ചെയ്യാം, മറ്റ് കസ്റ്റമായിട്ടുള്ള മോഡൽസും ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. ബൈ ഡിഫോൾട്ട് ഇതിൻ്റെ ഡിസൈൻ, SageMakerൻ്റെ ഡിസൈൻ ഒരു പ്രൊജക്റ്റിനെ ബേസ് ചെയ്തിട്ടാണുള്ളത്. സോ ഓരോ ടീംസും ഓരോ പ്രൊജക്ട്സിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. അത് കാരണം തമ്മിൽ ബ്രേക്ക് ചെയ്യില്ല. അതിന് ഓർഗനൈസേഷൻ പെർസ്പെക്റ്റീവിൽ ഇതിൻ്റെ പല സെറ്റപ്പ്സ് ഉണ്ട്. അതിൽ 2 ഇമ്പോർട്ടൻറ്റ് സെറ്റപ്പ് അപ്രോച്ചിനെ കുറിച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഒന്നെന്ന് പറയുന്നത് പല ടീംസ് വർക്ക് ചെയ്യാറുണ്ട്. കാരണം ഈ പറഞ്ഞ പോലെ ഡെവ് ടീം, QA, പ്രൊഡക്ഷൻ ടീം. സോ അവർക്കെല്ലാം സെപ്പറേറ്റ് AWS അക്കൗണ്ട് കൊടുക്കുക എന്നുള്ളതാണ് ഒരു അപ്രോച്ച്. ഇത് മാക്സിമം ഐസൊലേഷൻ അവർക്ക് കിട്ടും. ഓരോ ടീമിനും അവരുടേതായ ഒരു ബൗണ്ടറി ഉണ്ടാവും. ഇങ്ങനെ സെപ്പറേറ്റ് അക്കൗണ്ടിലാണ് AWS അക്കൗണ്ട്സിലാണ് കിടക്കുന്നതെങ്കിലും ഫൈനലി ഇവയൊക്കെ AWS ഓർഗനൈസേഷൻസ് വെച്ചിട്ട് ഗ്രൂപ്പ് ചെയ്യാനും പറ്റും. സോ ഇൻ എഫക്റ്റ് ഇതെല്ലാം അണ്ടർ എ സിംഗിൾ ഓർഗനൈസേഷൻ ആയിരിക്കും, ബട്ട് ഡിഫറെൻ്റ് അക്കൗണ്ട് ആയിരിക്കും. ആൻഡ് ഇവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻസ്, അതിനുള്ള എക്സിസ്റ്റിംഗ് ഓപ്ഷൻസും ഈ പറഞ്ഞ പോലെ ഫീച്ചർ സ്റ്റോർ അല്ലെങ്കിൽ കണ്ടെയ്നർ രജിസ്ട്രി, ഈ പറഞ്ഞ മോഡൽ രജിസ്ട്രി, അങ്ങനെയുള്ള ഓപ്ഷൻസും SageMaker കൊടുക്കുന്നുണ്ട്. സോ വൺ ടീം ഇൻഡിപെൻഡൻ്റ്ലി ഐസൊലേറ്റഡ് ആയിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. സോ അവരുടെ ഒരു ഔട്ട്കം ആയിരിക്കും അവർ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് കൊടുക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് തന്നെയും അവർക്ക് ക്വാളിറ്റി ഗേറ്റ്സ്, അതായത് സർട്ടൺ റിക്വയർമെൻറ്റ്സ് ക്രൈറ്റീരിയ പാസ് ചെയ്താൽ മാത്രമേ ഒരു സ്റ്റേജിൽ നിന്ന് അടുത്തയിലേക്ക് പോകാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഡിപ്ലോയ്മെൻറ്റിലേക്ക് പോകാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എൻഷുർ ചെയ്യാൻ പറ്റും. അതിനൊക്കെ ഉള്ള ടൂൾസ് തന്നെയും SageMakerലുണ്ട്. അതാണ് ഒരു അപ്രോച്ച്, സെപ്പറേറ്റ് AWS അക്കൗണ്ട്സ് ഫോർ ഈച്ച് ടീം. അത് മാക്സിമം ഐസൊലേഷൻ കിട്ടും. ഇതാണ് റെക്കമെൻഡ് ചെയ്യുന്നത്, വലിയ ഓർഗനൈസേഷനിൽ റെക്കമെൻഡ് ചെയ്യുന്നത്. ചില ഓർഗനൈസേഷൻസിൽ ഈ പറഞ്ഞ ഒരുപാട് ടീംസ് ഉണ്ട്, എന്നാൽ ഓർഗനൈസേഷൻ അത്ര വലുതുമല്ലെന്നുണ്ടെങ്കിൽ ഡിഫറെൻ്റ് AWS അക്കൗണ്ട് എന്നുള്ളതൊരു പ്രാക്ടിക്കബിൾ ആയിരിക്കില്ല. അങ്ങനെയുള്ള കേസസിൽ ഈവൻ വിതിൻ എ സിംഗിൾ അക്കൗണ്ട് ഓൾസോ സെപ്പറേറ്റ് എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാം. സെപ്പറേറ്റ് എൻവയോൺമെൻറ്റ് ഇൻ ദ സെൻസ് ലൈക്ക് ഡിഫറെൻറ്റ് പ്രൊജക്ട്സ് ക്രിയേറ്റ് ചെയ്യുക, പിന്നെ ഡിഫറെൻറ്റ് VPCs ഫോർ ഐസൊലേഷൻ, ഇതൊക്കെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്മോളർ ടീംസ് അല്ലെങ്കിൽ സ്മോളർ ഓർഗനൈസേഷൻസിൽ ഓക്കെയാണ്. സോ ഇതിനൊക്കെയുള്ള ടെംപ്ലേറ്റ്സ്, ഈ SageMaker പ്രോജക്ട്സിനുള്ള ടെംപ്ലേറ്റ്സ് ഒക്കെ തന്നെ SageMakerൽ തന്നെ അവൈലബിൾ ആണ്. സോ ഇതെല്ലാം ചൂസ് ചെയ്ത് അങ്ങ് യൂസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ മാനേജ്മെൻ്റ് ഒന്നും ടീംസിന് വരുന്നില്ല. പിന്നെ ഓൺസ് ഇങ്ങനത്തെ ഒരു മോഡൽസ് ഇത് വെച്ചിട്ട് SageMaker വെച്ച് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനലി ഇത് എൻഡ് യൂസറിന് യൂസ് ചെയ്യാൻ കണക്കിന് ഡിപ്ലോയ് ചെയ്യണം. ഡിപ്ലോയ്മെൻറ്റിൻ്റെ ഉള്ള ഒരു ഫ്ലെക്സിബിലിറ്റി, ഡിപ്ലോയ് ചെയ്യുമ്പോൾ ഇത് പല മോഡ് ഓഫ് ഡിപ്ലോയ്മെൻറ്റ്സ് ഉണ്ട്. അതിൽ 3 മോഡാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന് റിയൽ ടൈം എൻഡ് പോയിൻറ്റ്, പിന്നെ സർവർലെസ് മോഡ് ഓഫ് ഡിപ്ലോയ്മെൻറ്റ്, പിന്നെ കണ്ടെയ്നർ ഡിപ്ലോയ്മെൻറ്റ്. ഇത് കൂടാതെ ഒരു എഡ്ജ് ഡിപ്ലോയ്മെൻറ്റ് മോഡും ഉണ്ട്. സോ ഇങ്ങനെ ഒരു മോഡൽ റെഡിയായി കഴിഞ്ഞാൽ ഈ മോഡൽസ് ആക്ച്വലി യൂസബിൾ ആയിരിക്കണം. ഈ മോഡൽസ് യൂസബിൾ ആയാലേ മാത്രമേ ആപ്ലിക്കേഷൻസ് ഇതിന് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അത് എങ്ങനെ യൂസബിൾ ആക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഒരു റിയൽ ടൈം എൻഡ് പോയിൻ്റ് ആയിട്ട് ഇതിനെ എക്സ്പോസ് ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞ മോഡൽസിനെ. അതാണ് റിയൽ ടൈം എൻഡ് പോയിൻറ്റ് ബേസ്ഡ് ഡിപ്ലോയ്മെൻറ്റ് മോഡൽ ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത്. ഇത് SageMakerൽ ബൈ ഡിഫോൾട്ട് ഉണ്ട്. സോ നിങ്ങളുടെയൊക്കെ ഓൺസ് ഒരു മോഡൽ അതിനെ ട്രെയിൻ ചെയ്ത് റെഡിയായി കഴിഞ്ഞാൽ ഈ പറഞ്ഞ റിയൽ ടൈം എൻഡ് പോയിൻറ്റ്സ് വഴി ഇതിനെ എക്സ്പോസ് ചെയ്യാം. അത് നിങ്ങളുടെ ആപ്ലിക്കേഷൻസിന് ഒരു REST API വഴി ഈ പറഞ്ഞ എൻഡ് പോയിൻറ്റ്സുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. സോ ഇതാണ് പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള വർക്ക് ലോഡ്സ് അല്ലെങ്കിൽ മില്ലി സെക്കൻഡ്സ് ലേറ്റൻസി ആയിട്ടുള്ള ആപ്ലിക്കേഷൻസിന് കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഡിപ്ലോയ്മെൻറ്റ് അപ്രോച്ച് എന്ന് പറയുന്നത്. കാരണം ഓൺസ് ഇങ്ങനെ ഒരു മോഡൽസ് API ആയിട്ട്, റിയൽ ടൈം API ആയിട്ട് എക്സ്പോസ്ഡ് ആയിരുന്നാൽ ആവശ്യമുള്ള ആപ്ലിക്കേഷൻസിനൊക്കെ കണക്ട് ചെയ്യാൻ പറ്റും. അതാണ് മില്ലി സെക്കൻഡ്സ് ലേറ്റൻസി ഉള്ള ഓൾവേസ് ഓൺ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ. ഇ-കൊമേഴ്സ് സൈറ്റ്സ്, അങ്ങനെയുള്ള സൈറ്റ്സ്, എസ്പെഷ്യലി ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു റെക്കമെൻഡേഷൻ എൻജിൻ ഇതുവഴി ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്തെന്നിരിക്കട്ടെ. ആമസോൺ പോലെയുള്ള ഒരു സൈറ്റിന് ഈ ഒരു റെക്കമെൻഡേഷൻ എൻജിൻ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് റിയൽ ടൈം എൻഡ് പോയിൻ്റ് ആയിട്ട് എക്സ്പോസ് ചെയ്യാൻ പറ്റും. കൂടാതെ സെർവർലെസ് ഇൻഫറൻസ് ഓപ്ഷൻസും അവൈലബിൾ ആണ്.
സെർവർലെസ് ഇൻഫറൻസ് ഓപ്ഷൻ മെയിൻലി യൂസ്ഫുൾ ആവുന്ന കേസ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വേരിയിങ് ആയിട്ടുള്ള വർക്ക് ലോഡ്സ് വരുമ്പോൾ, വർക്ക് ലോഡ്സ് ഒരുപാട് വേരിയിങ് ആയിട്ട് വരുന്ന വർക്ക് ലോഡ്സ് ആണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഓൾവേസ് ഓൺ ആയിട്ടുള്ള ഒരു റിയൽ ടൈം എൻ പോയിൻറ്റ്സിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല. ആ സമയത്ത് ഒരു സെർവർലെസ് മോഡ് ഓഫ് എൻ പോയിൻ്റാണ് കൂടുതൽ ആവശ്യമായിട്ട് വരുന്നത്. അവിടെയാണ് സെർവർലെസ് ഇൻഫറൻസിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടുന്നത്. കുറച്ച് മില്ലി സെക്കൻഡ്സ്, അറൗണ്ട് 1 to 10 സെക്കൻഡ്സ് ആപ്ലിക്കേഷൻസിനെ ഒന്ന് ഈ പറഞ്ഞ ഒരു ഇൻഫറൻസ് റെസ്പോൺസിബിലിറ്റി, ഇൻഫറൻസ് മീൻസ് ഈ പറഞ്ഞ മോഡൽസിനെ യൂസ് ചെയ്യുന്നതിൻ്റെ ഉള്ള ആ ഒരു കോളിനെയാണ് പറയുന്നത്. കോൾ അതിൻ്റെ എക്സിക്യൂഷനാണ്. അതിന് ഒന്ന് അതിൽ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 1 to 10 സെക്കൻഡ്സ് ഓഫ് ടൈം ലേറ്റൻസി ഓക്കെ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസിനാണെന്നുണ്ടെങ്കിൽ സെർവർലെസ് ആയിരിക്കും ഒരു ഗുഡ് ചോയ്സ്. കാരണം അവിടെ ഒരു അപ്പ് ഫ്രണ്ട് കോസ്റ്റ് വരുന്നില്ല, ഈ പറഞ്ഞ റിയൽ ടൈം എൻ പോയിൻറ്റ്സിൻ്റെ ഒരു അപ്പ് ഫ്രണ്ട് കോസ്റ്റ് വരുന്നില്ല. പിന്നെ സ്കെയിലബിലിറ്റി, പീക്ക് യൂസേജ് ടൈമിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ പറഞ്ഞ സെർവർലെസ് ഇത് സ്കെയിൽ ആവാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത സമയത്ത് അതിനെ സ്കെയിൽ ഡൗൺ ടു 0 ആ ഒരു ലെവലിൽ ഈ റിസോഴ്സസിനെ സ്കെയിൽ ഡൗൺ ചെയ്യാൻ പറ്റും. ഓട്ടോമാറ്റിക്കലി അതിൽ സേജ് മേക്കർ അത് മാനേജ് ചെയ്തോളും. അത് കോസ്റ്റ് ഒപ്റ്റിമൈസ്ഡ് വേയുമാണ്. സോ ഇത് രണ്ടുമാണ് ഈ രണ്ട് അപ്രോച്ചും അല്ലാതെ പിന്നെ ഈ പറഞ്ഞ പോലെ കണ്ടെയ്നർ ഡിപ്ലോയ്മെൻ്റ് എന്ന് പറയുന്ന ഒരു അപ്രോച്ചുണ്ട്. അതായത് അത് ചില കേസസിൽ ഓർഗനൈസേഷന് വേണ്ടി വരുന്നതാണ്. ഒരു മോഡൽ ഡെവലപ്പ് ചെയ്തു, റിയൽ വേൾഡ് എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ഈ അതിൻ്റെ AWS ഡോക്യുമെൻറ്റേഷനിൽ സീമെൻസ് ഹെൽത്ത് കെയർ അവർ ഒരു മോഡൽ ഡെവലപ്പ് ചെയ്തിട്ട് അത് മൾട്ടിപ്പിൾ ലൊക്കേഷൻസിൽ അവർ അത് ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. മൾട്ടിപ്പിൾ ലൊക്കേഷൻസ് എന്ന് പറയുമ്പോൾ അവർക്ക് US മാർക്കറ്റിൽ അതൊരു കണ്ടെയ്നർ പ്ലാറ്റ്ഫോം വഴി, അതായത് ഒരു കണ്ടെയ്നർ പ്ലാറ്റ്ഫോം വഴിയായിരിക്കും അവർ അത് എക്സ്പോസ് ചെയ്തിരിക്കുന്നത്. അതേസമയം യൂറോപ്യൻ മാർക്കറ്റ്സിൽ വരാൻ നേരത്തെ GDPR പോലെയുള്ള റെഗുലേഷൻസ് ഉള്ളതുകൊണ്ട് അവരത് ഒരു ഓൺ പ്രമൈസ്, അതായത് അവരുടെ തന്നെ സ്വന്തമായിട്ടുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചറിനകത്താണ് അവരത് ഡിപ്ലോയ് ചെയ്തിരിക്കുന്നത്. ഇതുകൂടാതെ എഡ്ജ് ഡിവൈസസ് ഉണ്ട്. ആ എഡ്ജ് ഡിവൈസസിൽ അതായത് ഈ പറഞ്ഞ പോലെ സ്കാനേഴ്സ്, അങ്ങനെയുള്ള സിസ്റ്റംസ്, ഡയഗ്നോസ്റ്റിക് സിസ്റ്റംസ്, ഇതിലൊക്കെ ഡിപ്ലോയ് ചെയ്യേണ്ടുന്ന കേസ് വരാൻ നേരത്ത് എഡ്ജ് സിസ്റ്റം ഡിപ്ലോയ്മെൻ്റ് ആവശ്യമുണ്ട്. സോ ഇങ്ങനെയുള്ള കേസസ് വരാൻ നേരത്ത് ഇവിടെ റിയൽ ടൈം അല്ലെങ്കിൽ ഈ പറഞ്ഞ സെർവർലെസ് മോഡ് ഓഫ് ഡിപ്ലോയ്മെൻറ്റ് ഫോർ സേജ് മേക്കർ സ്യൂട്ടബിൾ അല്ല. കാരണം ആ പറഞ്ഞ ഡിവൈസസിനൊക്കെ ഈ പറഞ്ഞ ഒരു API ആയിട്ട് ആക്സസ് ചെയ്ത് ഡേറ്റ കിട്ടുക എന്ന് പറയുന്നത് പോസിബിൾ ആയിരിക്കില്ല. ഡ്യൂ ടു എയ്തർ ആ ഒരു എൻവയോൺമെൻറ്റിൻ്റെ റെഗുലേഷൻ കൊണ്ടോ അല്ലെങ്കിൽ കംപ്ലയൻസ് റെഗുലേഷൻസ് കൊണ്ടോ ഇത് പറ്റത്തില്ല. സോ അങ്ങനെയുള്ള കേസസിൽ ഈ പറഞ്ഞ പോലെ കണ്ടെയ്നർ മോഡ് ഓഫ് ഡിപ്ലോയ്മെൻ്റ് ആണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. സോ ബേസ്ഡ് ഓൺ ഡിഫറെൻറ്റ് നീഡ് അനുസരിച്ച്, ഇപ്പം ഹൈ പെർഫോമൻസ് ഫ്രീക്വൻസി ആയിട്ടുള്ള ആപ്ലിക്കേഷൻ, തൗസൻഡ്സ് ഓഫ് ട്രാൻസാക്ഷൻ പെർ മിനിറ്റ്സ് ഒക്കെ ചെയ്യുന്ന ഒരു ട്രാൻസാക്ഷൻ ആണെങ്കിൽ റിയൽ ടൈം എൻ പോയിൻറ്റ്സ് ആണ് സ്യൂട്ടബിൾ. അത് ഓട്ടോമാറ്റിക്കലി സ്കെയിലബിൾ ആവും. പക്ഷെ അത് ഓൾവേസ് ഓണാണ്. അത് കാരണം അതിൻ്റെ കോസ്റ്റ് കുറച്ച് കൂടുതലായിരിക്കും. അതേസമയം കുറച്ച് മില്ലി സെക്കൻഡ്സ് അല്ലെങ്കിൽ സെക്കൻഡ്സ് ലേറ്റൻസി ഓക്കെ ആയിട്ടുള്ള സർവീസസിനാണെന്നുണ്ടെങ്കിൽ സെർവർലെസ്, പിന്നെ സ്പെസിഫിക് ആയിട്ടുള്ള ഡിപ്ലോയ്മെൻറ്റ് റിക്വയർമെൻറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ മോഡൽസൊക്കെ ഈ പറഞ്ഞ പോലെ ഓരോ മാർക്കറ്റിലും ഓരോ രീതിയിലേക്ക് ഡിപ്ലോയ് ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള ഒരു കസ്റ്റമായിട്ടുള്ള ഒരു ഡിപ്ലോയ്മെൻറ്റിൻ്റെ ആവശ്യം വരുന്നുണ്ടെങ്കിൽ ദെൻ ഈ പറഞ്ഞ കണ്ടെയ്നർ മോഡ് ഓഫ് ഡിപ്ലോയ്മെൻ്റ് ആണ് കൂടുതലായിട്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. എല്ലാ ഓർഗനൈസേഷനിലും ചിലപ്പോൾ ഇതിൻ്റെ ഒരു മിക്സ് ഓഫ് മെത്തേഡ്സ് ആയിരിക്കും അവർ യൂസ് ചെയ്യുന്നത്. ചില ഓർഗനൈസേഷൻസ് ക്രിട്ടിക്കലായിട്ടുള്ള ആപ്ലിക്കേഷൻസിന് റിയൽ ടൈം എൻ പോയിൻറ്റ്സ് കൊടുക്കാറുണ്ട്. പിന്നെ സെക്കൻഡറി ആയിട്ടുള്ള ആപ്ലിക്കേഷൻസിന് സെർവർലെസ് യൂസ് ചെയ്യാറുണ്ട്. കാരണം അവിടെ ലേറ്റൻസി ഒരു പ്രോബ്ലം ഇല്ല. അതുപോലെ തന്നെ ചില സമയങ്ങളിൽ ഡെവലപ്മെൻറ്റ് ആൻഡ് ടെസ്റ്റിങ്ങിന് വേണ്ടി സെർവർലെസ് യൂസ് ചെയ്യാറുണ്ട്. കാരണം അവിടെ അല്പം മില്ലി സെക്കൻഡ്സ് ഓഫ് ലേറ്റൻസി അല്ലെങ്കിൽ സെക്കൻഡ്സ് ഓഫ് ലേറ്റൻസി അക്സെപ്റ്റബിൾ ആണ്. അതേസമയം റിയൽ ടൈമിൽ പ്രൊഡക്ഷനിൽ ഒരു ആക്ച്വൽ ആയിട്ടുള്ള റിയൽ ടൈം എൻ പോയിൻറ്റ്സ് ആയിരിക്കും അവർ കൊടുക്കുന്നത്. അങ്ങനെ ഡിഫറെൻറ്റ് വേ ഉണ്ട്. സോ എൻ്റെ ഒരു സജഷൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, എക്സ്പേർട്സ് സജസ്റ്റ് ചെയ്യുന്ന എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ,
ഈ പറഞ്ഞ സേജ് മേക്കർ യൂസ് ചെയ്ത് കസ്റ്റം മോഡൽ ഡെവലപ്പ് ചെയ്യാൻ നേരത്ത് സെർവർലെസ്സിൽ സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ വൺസ് ഇറ്റ് ഈസ് റെഡി ദെൻ അത് ബേസ്ഡ് ഓൺ റിക്വയർമെൻറ്റ് സെർവർലെസ് സൂട്ടബിൾ അല്ലാത്ത സമയത്ത് റിയൽ ടൈമിലോ അല്ലെങ്കിൽ കണ്ടെയ്നർ ബേസ്ഡ് ഡിപ്ലോയ്മെൻറ്റിലോ പോവുക എന്നുള്ളതാണ്. ദെൻ ഇതിൻ്റെ ഒരു ടിപ്പിക്കൽ വർക്ക് ഫ്ലോ, ഈ സേജ് മേക്കറിലെ ഒരു ടിപ്പിക്കൽ വർക്ക് ഫ്ലോ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ബിസിനസ് അനലിസ്റ്റ് ഒരു പ്രോബ്ലം ഡിഫൈൻ ചെയ്യും. അവർ നേരത്തെ പറഞ്ഞ നമ്മൾ ഡിസ്കസ് ചെയ്ത സേജ് മേക്കറിൻ്റെ ഡേറ്റ എക്സ്പ്ലോററിലുള്ള മറ്റ് ക്വറി എഡിറ്റർ അത് വെച്ചിട്ട് അവർ ഡിഫറെൻറ്റ് കണക്റ്റേഴ്സ് യൂസ് ചെയ്ത് ഡിഫറെൻറ്റ് ഡേറ്റാസിനെ കൊളാബറേറ്റ് ചെയ്യുന്നു. എന്നിട്ട് അവർ അതിൻ്റെ പാറ്റേൺസൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ബിസിനസ്സിൻ്റെ ഒരു എന്താണോ റിക്വയർമെൻറ്റ് അതൊക്കെ അവർ അനലൈസ് ചെയ്യുന്നു. അതിനെ ബേസ് ചെയ്തിട്ട് അവർ ഡാറ്റ വിഷ്വലൈസേഷൻസും ഇൻസൈറ്റ്സും ഒക്കെ അവർ ക്രിയേറ്റ് ചെയ്യുന്നു. എന്നിട്ട് അത് നെക്സ്റ്റ് ടീമിന് വേണ്ടി കൊളാബറേറ്റീവ് നോട്ട്ബുക്സ് വഴി ഷെയർ ചെയ്യുന്നു. ഇതൊക്കെയാണ് ഫസ്റ്റ് സ്റ്റേജിൽ ചെയ്യുന്നത്, ബിസിനസ് അനലിസ്റ്റ് ചെയ്യുന്നത്. ഇത് സ്പെസിഫിക്കായിട്ട് എം എൽ കസ്റ്റം ഡെവലപ്പ് മോഡൽ, മെഷീൻ ലാംഗ്വേജ് കസ്റ്റം മോഡൽ ഡെവലപ്മെൻറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള കോണ്ടെക്സ്റ്റിലാണ് പറയുന്നത്. ബിസിനസ് അനലിസ്റ്റ് ഫസ്റ്റ് ഈ പറഞ്ഞ പോലെ ഡിഫറെൻറ്റ് ഡേറ്റയെ അവരുടെ കൊളാബറേറ്റ് ചെയ്യുന്നു യൂസിങ് ഇൻബിൽറ്റ് സേജ് മേക്കർ ടൂൾസ്. ക്വറി എഡിറ്റർ വഴി അതിൻ്റെ പാറ്റേൺസൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. പിന്നെ ഈ പറഞ്ഞ അവർ ക്രിയേറ്റ് ചെയ്ത ആ ഒരു ബിസിനസ് റിക്വയർമെൻ്റ് അനുസരിച്ചുള്ള വിഷ്വലൈസേഷൻസും ഇൻസൈറ്റ്സും ഒക്കെ സേജ് മേക്കറിൻ്റെ കൊളാബറേറ്റീവ് നോട്ട്ബുക്സ് വഴി നെക്സ്റ്റ് ടീമിന് ഷെയർ ചെയ്യുന്നു. നെക്സ്റ്റ് ടീം മീൻസ് ഡേറ്റ എഞ്ചിനീയറാണ്. അവർ ഈ പറഞ്ഞ ഡേറ്റയെ വെച്ചിട്ട് അവരൊരു ഫൗണ്ടേഷൻ ക്രിയേറ്റ് ചെയ്യും. അവർ ഇതിനെ വെച്ചിട്ടൊരു ഡേറ്റ പൈപ്പ് ലൈൻ, അതുപോലെ തന്നെ സേജ് മേക്കറിൻ്റെ പ്രോസസ്സിങ് ജോബ്സ്, ഫീച്ചർ സ്റ്റോർ, അതുപോലെ തന്നെ അവർ കുറച്ച് ഈ ഡേറ്റ ക്വാളിറ്റി എൻഷ്യൂർ ചെയ്യാനുള്ള റൂൾസൊക്കെ സെറ്റ് ചെയ്യുന്നു, ഡേറ്റ ഗവർണൻസ് സെറ്റ് ചെയ്യുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇവർ അതിനെ ഒരു ഫീച്ചർ സ്റ്റോറിലേക്ക് സെറ്റ് ചെയ്യുന്നു. വൺസ് ഈ ഫീച്ചർ സ്റ്റോറിൽ വന്നു കഴിഞ്ഞാൽ അതായിരിക്കും പിന്നെ സിംഗിൾ സോഴ്സ് ഓഫ് ട്രൂത്ത് മറ്റുള്ള ടീംസിനും മറ്റുള്ള പ്രൊജക്ട്സിനും. ഈ ഫീച്ചർ സ്റ്റോർ എന്ന് പറയുന്നത് ഷെയർഡ്, ഈ പറഞ്ഞ പോലെ ഒരു ബെസ്റ്റ് ലേണിംഗ് ഷെയർ ചെയ്യാനുള്ള ഒരു അപ്രോച്ചായിട്ട് യൂസ് ചെയ്യാറുണ്ട്. സോ വൺസ് ഈ പറഞ്ഞ പോലെ ഒരു സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് ബെസ്റ്റ് പ്രാക്ടീസസ് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു ഫീച്ചർ സ്റ്റോറാക്കി മാറ്റി കഴിഞ്ഞാൽ മറ്റ് ടീംസിന് ഇത് യൂസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് കംസ് ദ ഡേറ്റ സയൻറ്റിസ്റ്റ് ആണ്. ഡേറ്റ സയൻറ്റിസ്റ്റിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് ഈ ഒരു മോഡൽസിനെ ബിൽഡ് ചെയ്യുക, എക്സ്പെരിമെൻ്റ് ചെയ്യുക എന്നുള്ളത്. അവർ ഡിഫറെൻറ്റ് അൽഗോരിതംസ് യൂസ് ചെയ്യും. ഈ അൽഗോരിതംസ് ഒക്കെ തന്നെ ഈ പറഞ്ഞ പോലെ സേജ് മേക്കറിൽ അവൈലബിൾ ആണ്. പിന്നെ അല്ലെങ്കിൽ ഫ്രെയിം വർക്ക്സ് ഒക്കെ യൂസ് ചെയ്യും, ടെൻസർ ഫ്ലോ, പൈറ്റോർച്ച്. ഇൻ കേസ് അറൗണ്ട് 15+ അൽഗോരിതംസ് ഓൾറെഡി അവൈലബിൾ ആണ്. ഇതൊന്നും ഇല്ലാത്ത ഒരു ഇതാണെങ്കിൽ അവർക്ക് കസ്റ്റമായിട്ടുള്ള ഫ്രെയിം വർക്ക്സ് ഇമ്പോർട്ട് ചെയ്യാനും പറ്റും. ബേസിക്കലി അവർക്ക് അവരുടെ ആ ഒരു ഫ്രെയിം വർക്കും ആൻഡ് ദിസ് ഡേറ്റ അതുപോലെ തന്നെ ബിസിനസ് അനലിസ്റ്റ് സെറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു വിഷ്വലൈസേഷൻ, ഇതിനൊക്കെ ബേസ് ചെയ്തിട്ട് അവർക്ക് മോഡൽ ബിൽഡ് ചെയ്യുന്നതിൽ ഫോക്കസ് ചെയ്യാൻ പറ്റും. മറ്റ് കാര്യങ്ങളൊക്കെ തന്നെ വെർഷനിങ്, അവരെന്താണോ ആക്ടിവിറ്റീസ് ചെയ്യുന്നത് അതൊക്കെ തന്നെ സേജ് മേക്കർ ട്രാക്ക് ചെയ്യുന്നതായിരിക്കും. ഒപ്പം തന്നെ ഇവർക്ക് മോഡൽസിനെ ഹൈപ്പർ ട്യൂണിങ് ചെയ്യാൻ പറ്റും, പാരാമീറ്റർ ട്യൂണിങ് ചെയ്യാൻ പറ്റും. ഓട്ടോമാറ്റിക് മോഡൽ ട്യൂണിങ് ഫെസിലിറ്റിയും അവൈലബിൾ ആണ്. ബേസിക്കലി ലോട്ട് ഓഫ് ടൂൾസ് ഈ പറഞ്ഞ പോലെ സേജ് മേക്കർ പ്രൊവൈഡ് ചെയ്യും ഇവരുടെ ഈ പറഞ്ഞ ഡെവലപ്മെൻറ്റ്, കസ്റ്റം മോഡൽ ഡെവലപ്മെൻറ്റിന്. ഇത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റേജ് ML എഞ്ചിനീയറിനാണ് കൊടുക്കുന്നത്. അവരിതിനെ സ്കെയിലും അല്ലെങ്കിൽ ഒപ്റ്റിമൈസ് ചെയ്യാനുള്ള രീതിയിൽ പ്രൊഡക്ഷൻ റെഡിയാവുകയാണ് ചെയ്യുന്നത്. അവർ ഈ പറഞ്ഞ പോലെ ഡിഫറെൻറ്റ് സേജ് മേക്കർ ട്രെയിനിങ് ജോബ്സ് ഉണ്ട്. അത് വെച്ചിട്ട് ഇതിനെ ഒരു ഡിഫറെൻറ്റ് ഡേറ്റ വെച്ച് ട്രെയിൻ ചെയ്യുന്നു. പിന്നെ ഒപ്പം തന്നെ അവർ മോഡലിനെ മോണിറ്ററിങ് ചെയ്യും. പിന്നെ അതിനെ റീട്രെയിൻ ചെയ്യാനുള്ള പൈപ്പ് ലൈൻസ് സെറ്റ് ചെയ്യും. കൂടാതെ മോഡൽ രജിസ്ട്രി ഉണ്ട്. രജിസ്ട്രി വഴി ഈ ഒരു ബിൽഡ് ചെയ്ത മോഡലിന് ഒരു വെർഷനിങ്ങും മറ്റ് അപ്രൂവൽ വർക്ക് ഫ്ലോ ഒക്കെ അവർ ML എഞ്ചിനീയർ സെറ്റ് ചെയ്യും. ഇത് കഴിഞ്ഞാലാണ് ഇതിൻ്റെ ഡിപ്ലോയ്മെൻറ്റ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ ഇങ്ങനത്തെ ഒൺസ് റെഡി ആയിട്ടുള്ള ഈ പറഞ്ഞ ഒരു ഫൈനലി ഒരു വെൽ ടെസ്റ്റഡ് ആയിട്ടുള്ള ഒരു മോഡലിനെ അതിനെ ഒരു എൻഡ് പോയിൻറ്റ്സ് വഴി നേരത്തെ പറഞ്ഞ പോലെ റിയൽ ടൈമോ സെർവർലെസ്സോ അല്ലെങ്കിൽ കണ്ടെയ്നർ മോഡ് ഓഫ് അപ്രോച്ചായിട്ട് ഡിസൈഡ് ചെയ്തിട്ട് അതിനെ എക്സിസ്റ്റിംഗ് CI/CD പൈപ്പ് ലൈനിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യും. ഓൾറെഡി സേജ് മേക്കറിൽ തന്നെ ഇതിനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. ഇതിന് ജസ്റ്റ് ഒന്ന് റാപ്പപ്പ് ചെയ്യുന്ന ഒരു കേസേ വരുന്നുള്ളൂ.
ഇൻ കേസ് ചില ഓർഗനൈസേഷൻസിൽ കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള എക്സ്ട്രാ ടൂൾസ് കൂടി ഈ പറഞ്ഞ മെഷീൻ ലാംഗ്വേജ് മോഡൽ ലേണിങ്ങിനൊക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഔട്ട് ഓഫ് SageMaker ടൂൾസ് കൂടി യൂസ് ചെയ്യേണ്ടതായിട്ടുള്ള കേസ് വരും. അല്ലാന്നുണ്ടെങ്കിൽ ഡിപ്ലോയ്മെൻറ്റ് സ്പെസിഫിക് ആയിട്ടുള്ള ടൂൾസ്, ഡെവോപ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ടൂൾസ് SageMakerനകത്ത് തന്നെ അവൈലബിൾ ആണ്. സോ അത് വെച്ചിട്ട് ഇതിനെ ഏതെങ്കിലും രീതിയിൽ തന്നെ എക്സ്പോസ് ചെയ്യും. ഈ പറഞ്ഞ ഡിപ്ലോയ്മെൻറ്റ് മോഡൽ വെച്ചിട്ട് തന്നെ എക്സ്പോസ് ചെയ്യും. സാധാരണ മോഡൽ അവൈലബിൾ ആണ്. അത് ആപ്ലിക്കേഷൻസിന് യൂസ് ചെയ്യാൻ വേണ്ടുന്ന തരത്തിൽ റിയൽ ടൈം എൻഡ് പോയിൻ്റ് ആയിട്ടാണോ അതെയോ സെർവർലെസ് ആയിട്ടാണോ കണ്ടെയ്നർ ആയിട്ടാണോ വേണ്ടതെന്നുള്ളത്, ഏതൊക്കെ തരത്തിലുള്ള ഈ പറഞ്ഞ ഡിപ്ലോയ്മെൻറ്റ് സ്ട്രാറ്റജിയാണ് ചൂസ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഈ ഒൺസ് ഇത് ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ റിയൽ ടൈം ആയിട്ടാണ് ഇതിനെ എക്സ്പോസ് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ, സോ അത് ഡിസൈഡ് ചെയ്തിട്ട് അതിനെ എക്സ്പോസ് ചെയ്യുന്നു, ഡിപ്ലോയ് ചെയ്യുന്നു. ഇങ്ങനെ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഒരു മോഡലിനെ, API വഴി എക്സ്പോസ്ഡ് ആയിട്ടുള്ള മോഡൽസിനെ പിന്നെ ആപ്ലിക്കേഷൻ എൻജിനീയേഴ്സിന് അവരുടെ ആപ്ലിക്കേഷൻസിന് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും, ടെസ്റ്റ് ചെയ്യാൻ പറ്റും, അവരുടെ ഫീഡ്ബാക്സ് കൊടുക്കാൻ പറ്റും. അതിനെ ബേസ് ചെയ്തിട്ട് മറ്റ് ടീംസിന് വർക്ക് ചെയ്യാൻ പറ്റും. കൂടാതെ ഒരു ടീമും കൂടി ഇതിൽ വരുന്നുണ്ട്, ഡെവോപ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് ടീം കൂടി വരുന്നുണ്ട്. അവർ ഇതിൻ്റെ ഈ മോഡൽസിൻ്റെ ആക്ച്വൽ യൂസേജ് ഇൻ പ്രൊഡക്ഷൻ മോണിറ്റർ ചെയ്യും. സോ ആപ്ലിക്കേഷൻസ് ഈ പറഞ്ഞ പോലെ മോഡലിനെ API വഴിയോ സെർവർലെസ് വഴിയോ അല്ലെങ്കിൽ കണ്ടെയ്നർ മോഡ് ഓഫ് AO വഴി യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. സോ അതിൽ നിന്ന് വരുന്ന മെട്രിക്സ്, ഡേറ്റ, എത്രത്തോളം മോഡൽ എങ്ങനെ പെർഫോം ചെയ്യുന്നുണ്ട്, എന്തെങ്കിലും ഡേറ്റ ഡ്രിഫ്റ്റ് ഉണ്ടാവുന്നുണ്ടോ, ഇതൊക്കെ ക്ലൗഡ് വാച്ച് തുടങ്ങിയ അൽഗോരിതംസ് വെച്ച് മോണിറ്റർ ചെയ്യുന്നു. ഒപ്പം തന്നെ കോസ്റ്റ് എങ്ങനെ ഒപ്റ്റിമൈസ് ചെയ്യാന്നുള്ള കേസിൽ, ചില കേസസിൽ കോസ്റ്റ് ഒപ്റ്റിമൈസ് ചെയ്യാൻ അവർക്ക് സ്പോട്ട് ഇൻസ്റ്റൻസസ് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഓപ്പറേഷൻസ് ടീംസ് ചെയ്യുന്നു. സോ ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് വർക്ക് ഫ്ലോ എന്തെന്ന് വെച്ചാൽ ബിസിനസ് പ്രോബ്ലം ഐഡൻറ്റിഫിക്കേഷൻ, ഡേറ്റ എക്സ്പ്ലോറേഷൻ, ഇതൊക്കെ ബിസിനസ് അനലിസ്റ്റ് SageMaker വഴി ചെയ്യുന്നു. അതിനുള്ള ടൂൾസ് അതിലുണ്ട്, ക്വറി എഡിറ്റർ, ഡാറ്റ വ്രാംഗ്ലർ, ഇതൊക്കെയാണ് അതിൻ്റെ ടൂൾസ്. പിന്നെ വൺസ് അങ്ങനെ അത് കഴിഞ്ഞാൽ ഡേറ്റ പൈപ്പ്ലൈൻ ക്രിയേഷൻ, ഫീച്ചർ എഞ്ചിനീയറിങ്, അത് ഡേറ്റ എഞ്ചിനീയറിങ് ടീമാണ് ചെയ്യുന്നത്. അവർക്ക് പ്രോസസ്സിങ് ജോബ്സ്, ഫീച്ചർ സ്റ്റോർ, പൈപ്പ്ലൈൻസ് ഇതൊക്കെയുണ്ട്. പിന്നെ ആക്ച്വൽ ഡേറ്റ സയൻറ്റിസ്റ്റ് ടീം, അവർ മോഡൽ ഡെവലപ്മെൻറ്റ് ആൻഡ് എക്സ്പെരിമെൻറ്റേഷൻ ഇതുവഴി ചെയ്യും. അതിന് സ്റ്റുഡിയോ നോട്ട്ബുക്സ് അത് SageMaker അവൈലബിൾ ആണ്. കൂടാതെ അവർക്ക് മോഡലിനെ ഓട്ടോ മോഡൽ ട്യൂൺ ചെയ്യാനും സാധിക്കും. വൺസ് ഇങ്ങനെ വന്ന റെഡിയായ മോഡലിനെ ഒപ്റ്റിമൈസ് ചെയ്യാനും പിന്നെ പൈപ്പ് ലൈനിൽ സെറ്റ് ചെയ്യാനും ML എഞ്ചിനീയേഴ്സാണ് ചെയ്യുന്നത്. പിന്നെ അതിന് ഫൈനലി അതിൻ്റെ ഡിപ്ലോയ്മെൻ്റാണ് ഡെവോപ്സ് ടീം ചെയ്യുന്നത്. അവർ ഒരു വേ ഓഫ് ഡിപ്ലോയ്മെൻറ്റ് മോഡൽ കണ്ടെത്തും, റിയൽ ടൈം ആണോ സെർവർലെസ് ആണോ. ഇതൊരു ഡിസിഷനായിരിക്കും, ഒരുപാട് പേര് ചേർന്നിട്ടുള്ള ഡിസിഷനായിരിക്കും. ഫൈനലി ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ് ടീം ഈ പറഞ്ഞ എൻഡ് പോയിൻറ്റിനെ APIsനെ യൂസ് ചെയ്യുന്നു. പിന്നെ ഓപ്പറേഷൻസ് ടീം ഇതിനെ ഒബ്സർവ് ചെയ്യുന്നു, അതിൻ്റെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടെന്നുള്ളതൊക്കെ ഒബ്സർവ് ചെയ്യുന്നു. സോ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു വേ എന്ന് പറയുന്നത്. പിന്നെ ചില സക്സസ് പാറ്റേൺസ്, അതായത് ഈ പറഞ്ഞ കോമൺ AI സക്സസ് പാറ്റേൺസ് കൂടി നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാം. പല ഓർഗനൈസേഷനും പല രീതിയിലുള്ള അപ്രോച്ചാണ് ചൂസ് ചെയ്യുന്നത്. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് 3 യൂസ് കേസസ് ആണ്. നെറ്റ്ഫ്ലിക്സ് യൂസ് ചെയ്യുന്ന ഒരു യൂസ് കേസസ് ആണ്. അവർക്ക് നെറ്റ്ഫ്ലിക്സിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള മോഡൽസ്, റെക്കമെൻഡേഷൻ മോഡൽസ് ആവശ്യമുണ്ട്, അതായത് ബേസ്ഡ് ഓൺ ഡിഫറെൻറ്റ് റീജിയൻസ് ആൻഡ് കണ്ടൻറ് ടൈപ്പ്. സോ അവർ ഇവോൾവിങ് കോൺസ്റ്റൻ്റ്ലി ഈ പറഞ്ഞ മോഡൽ ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അപ്രോച്ച് ആയിരിക്കും. അപ്പം ഇവർ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സ്റ്റെപ്സ് ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു മോഡൽ ഇങ്ങനെ ഡെവലപ്പ് ചെയ്യണം, നെക്സ്റ്റ് ഇതിങ്ങനെ പോകണം, ആൻഡ് ഫൈനലി ഇത് ഓരോ മോഡൽ എങ്ങനെ ഡിപ്ലോയ് ചെയ്യണം. സോ അതിന് ഒരു അസംബ്ലി ലൈൻ പാറ്റേൺ എന്നാണ് അതിനെ പറയുന്നത്. അല്ലെങ്കിൽ ഒരു ജസ്റ്റ് അതിനെ വേറൊരു രീതിയിൽ തിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാർ ഫാക്ടറിയിൽ ഒരു സ്റ്റാൻഡേർഡ് സ്റ്റെപ്സ് ഉണ്ട് ഒരു കാർ ബിൽഡ് ചെയ്യുന്നതിന്. ഫസ്റ്റ് ഇന്നൊരു പാർട്ട് ബിൽഡ് ചെയ്യുന്നു, നെക്സ്റ്റ് ഇതിൻ്റെ അസംബ്ലിങ് നടക്കുന്നു, നെക്സ്റ്റ് പോകുന്നു. സോ അങ്ങനെ ഒരു ഓട്ടോമേറ്റഡ് മോഡൽ ഫാക്ടറി പ്രകാരമുള്ള ഒരു പാറ്റേൺ ചില ഓർഗനൈസേഷൻസിൽ യൂസ് ചെയ്യാറുണ്ട്. അതാണ് നെറ്റ്ഫ്ലിക്സ് യൂസ് ചെയ്യുന്ന അപ്രോച്ചാണത്. സോ അതേ മോഡൽ
വൺസ് ആ ഒരു മോഡൽ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ പുതിയ മോഡൽസ് ഈസി ആയിട്ട് ഡെവലപ്പ് ചെയ്യാനും ട്രെയിൻ ചെയ്യാനും ടെസ്റ്റ് ചെയ്യാനൊക്കെ സാധിക്കും വിത്ത് ദ ഹെൽപ്പ് ഓഫ് സേജ് മേക്കർ. ബിക്കോസ് സേജ് മേക്കറിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഡേറ്റ പ്രിപ്പറേഷൻ ഹാൻഡിൽ ചെയ്യാനുള്ളതും മോഡൽ ട്രെയിനിങ്ങിനുള്ളതും ടെസ്റ്റിങ്ങിനും ഡിപ്ലോയ്മെൻറ്റിനുള്ള ടൂൾസ് ഉണ്ട്. സോ ഒരു പാറ്റേൺ, ഒരു അപ്രോച്ചാണ് ഇവിടെ നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. സെക്കൻഡ് അപ്രോച്ച് എന്ന് പറയുന്നത് ചാമ്പ്യൻ വെർസസ് ചലഞ്ചർ അപ്രോച്ചാണ്. ഇത് Airbnb ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു അപ്രോച്ചാണ്. അവർക്ക് കോൺസ്റ്റൻ്റ്ലി അവരുടെ പ്രൈസിങ് റെക്കമെൻഡേഷൻ മോഡൽസ് ഇവോൾവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ഇവർ ചെയ്യുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ചാമ്പ്യൻസിനെ കണ്ടെത്തുന്നു. ആ ചാമ്പ്യൻ മോഡൽസിനെ ആയിരിക്കും ഒരു പ്രൊഡക്ഷനിലേക്ക് ഡിപ്ലോയ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഫോർ ഇംപ്രൂവ്മെൻ്റ് എന്ന കേസിൽ നെക്സ്റ്റ് സെറ്റ് ഓഫ് ചലഞ്ചേഴ്സിനെ അവർ ക്രിയേറ്റ് ചെയ്യുന്നു. വൺസ് ആ ചലഞ്ചേഴ്സ് വന്നു കഴിഞ്ഞാൽ ഒരു സ്മോൾ പോർഷൻ ഓഫ് ട്രാഫിക് ഈ പറഞ്ഞ ചലഞ്ചേഴ്സിലേക്ക് അവർ ഡയറക്റ്റ് ചെയ്യുന്നു. സോ ചലഞ്ചേഴ്സ് ഓക്കെ ആയിട്ട് പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ അവർ നെക്സ്റ്റ് ചാമ്പ്യനായി മാറുന്നു. അതാണ് ചാമ്പ്യൻ വെർസസ് ചലഞ്ചർ അപ്രോച്ച് എന്ന് പറയുന്നത്. പിന്നെ ഫീച്ചർ സ്റ്റോർ എന്ന് പറഞ്ഞ് സേജ് മേക്കറിൽ തന്നെ ഉള്ള ഒരു ടൂളുണ്ട്. അതായത് ഒരു ഷെയർഡ് ഡേറ്റാബേസ് പോലെയാണ്. കോമൺലി ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്ന ഒരു ഡേറ്റ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ട്രെൻഡ്സ് അല്ലെങ്കിൽ ഒരു കസ്റ്റമറിൻ്റെ പർച്ചേസ് ഹിസ്റ്ററി, ഇതൊക്കെ അവർ ഒരു ഫീച്ചർ സ്റ്റോറായിട്ട് സ്റ്റോർ ചെയ്ത് വയ്ക്കും. അത് മറ്റ് ടീംസിന് യൂസ് ചെയ്യാൻ പറ്റും. സോ ഇത് ഡോർ ഡാഷ് പോലെയുള്ള ഓർഗനൈസേഷൻസിൽ അവർക്കൊരു സെൻട്രലൈസ്ഡ് ഫീച്ചർ സ്റ്റോർ ഉണ്ട്. അവരുടെ കസ്റ്റമർ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, പാറ്റേൺ ചെയ്യുന്നു എന്നൊക്കെ ഉള്ളത്, പെർഫോമൻസ് മെട്രിക്സ്, ഇതൊക്കെ അവർ ഒരു കോമൺ ഫീച്ചർ സ്റ്റോറായിട്ട് സേജ് മേക്കറിലാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അത് ബാക്കി ടീംസിന് മറ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിന് യൂസ് ചെയ്യാൻ, ഫോർ എക്സാമ്പിൾ ഫ്രോഡ് ഡിറ്റക്ഷന് വേണ്ടി ML മോഡലിന് വേണ്ടി യൂസ് ചെയ്യാം. ഒപ്പം തന്നെ റെക്കമെൻഡേഷന് വേറെ ഒരു ടീമിന് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഡെലിവറി ഒപ്റ്റിമൈസേഷന് വേണമെങ്കിൽ വേറൊരു ടീമിന് സെയിം ഡേറ്റ യൂസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഡെവലപ്മെൻറ്റ് ടൈം കോൺസ്റ്റൻ്റ്ലി കുറയ്ക്കാൻ പറ്റും ഈ ഫീച്ചർ സ്റ്റോർ വഴി ചെയ്യുന്നതുകൊണ്ട്. ദെൻ വേറൊരു അപ്രോച്ച് എന്ന് പറയുന്നത് ഒരു മോഡൽ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ട് പല ഏരിയയിലേക്ക് ഡിപ്ലോയ് ചെയ്യുന്നു. നേരത്തെ നമ്മൾ ഡിസൈഡ് ചെയ്തതുപോലെ കണ്ടെയ്നർ ഡിപ്ലോയ്മെൻ്റ് ആണ് അതിൻ്റെ ഒരു എക്സാമ്പിൾ. ഇതിൽ ഒരു മോഡൽ തന്നെ ആയിരിക്കും, പക്ഷേ ബേസ്ഡ് ഓൺ ഡിഫറെൻറ്റ് എൻവയോൺമെൻറ്റ്സ് പല രീതിയിൽ അത് ഡിപ്ലോയ് ചെയ്യും. ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ഫിലിപ്സ് ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞ ഒരു ഓർഗനൈസേഷൻ. ഇത് ആമസോണിൻ്റെ AWSൻ്റെ ഡോക്യുമെൻറ്റേഷനിൽ അവൈലബിൾ ആണ് അവരുടെ ഒരു കേസ് സ്റ്റഡി. അവർ ഈ പറഞ്ഞ പോലെ ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്തിട്ട് സേജ് മേക്കർ വെച്ച് ക്രിയേറ്റ് ചെയ്തിട്ട് അവർ അതിനെ MRI and CT മെഷീൻസിൽ ഇങ്ങനെ ഡിപ്ലോയ് ചെയ്യാറുണ്ട്. ഒപ്പം തന്നെ മറ്റ് എൻവയോൺമെൻറ്റിൽ ഇവർ ഡിപ്ലോയ് ചെയ്യാറുണ്ട്. സോ ബേസ്ഡ് ഓൺ പിന്നെ മൾട്ടി മോഡൽ ഹോസ്റ്റിംഗ് എന്ന് പറഞ്ഞ ഒരു അപ്രോച്ചുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഓരോ മോഡലും സെപ്പറേറ്റ് ആയിട്ട് ഹോസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് എക്സ്പെൻസീവാണ് ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം. അതിന് പകരം ഇവരെന്ത് ചെയ്യുന്നു വെച്ചാൽ മൾട്ടിപ്പിൾ മോഡൽസ് ഒരു ഷെയർഡായിട്ട് സ്റ്റോർ ചെയ്തിട്ട് എപ്പോഴാണോ കൂടുതൽ ആവശ്യമുള്ളത്, ഒരു മോഡലിൻ്റെ നീഡ് ആവശ്യമുള്ളത്, സോ അതിനെ പ്രൊമോട്ട് ചെയ്യുന്നു. അങ്ങനെ ചെയ്യുന്നത് വഴി ഇവർക്ക് ഒരുപാട് കോസ്റ്റ് ലാഭിക്കാനായിട്ട് സാധിക്കും. സോ ഇതൊക്കെയാണ് ഒരു ഡിഫറെൻറ്റ് പാറ്റേൺസ് എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് ഒരു ഓവർവ്യൂ നമുക്ക് നോക്കാം. അതായത് കോംപ്ലെക്സ് ആയിട്ടുള്ള കസ്റ്റം മോഡൽസ് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള കേസ് വരുമ്പോഴാണ് കൂടുതലായിട്ടും സേജ് മേക്കർ യൂസ് ചെയ്യുക. അല്ലാതെ ബേസിക് ആയിട്ടുള്ള ഒരു യൂസ് കേസോ ഏജൻറ്റിക് യൂസ് കേസസിനോ നേരത്തെ പറഞ്ഞ പോലെ ബെഡ്റോക്കോ സ്റ്റാൻസ് ഫ്രെയിംവർക്കോ യൂസ് ചെയ്തിട്ട് ഏജൻറ്റ് കോറിൽ ഡിപ്ലോയ് ചെയ്യുക, അങ്ങനെയുള്ള രീതിയൊക്കെ ആണ് സൂട്ടബിൾ ആയിട്ടുള്ളത്. കോംപ്ലെക്സ് ആയിട്ടുള്ള റിക്വയർമെൻറ്റ്, കസ്റ്റം മോഡൽ ഡെവലപ്മെൻറ്റ്, അവയുടെ ഫൈൻ ട്യൂണിങ്, ഒരുപാട് ടീംസ് വർക്ക് ചെയ്യുക, പിന്നെ മോണിറ്ററിങ്, അങ്ങനെയുള്ള ഒരു എക്സ്റ്റൻസീവ് കേസ് വരുമ്പോഴാണ് ഈ പറഞ്ഞ പോലെ സേജ് മേക്കർ യൂസ് ചെയ്യുന്നത്. അതൊരു യൂണിഫൈഡ് പ്ലാറ്റ്ഫോമാണ്. സോ ഇത് ട്രൈ ഔട്ട് ചെയ്ത് വെക്കാം. നിങ്ങൾക്കൊരു AWSൻ്റെ ഒരു ഫ്രീ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക, സേജ് മേക്കർ സ്റ്റുഡിയോയിൽ ലോഗിൻ ചെയ്യുക, ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് നോട്ട്ബുക്സ് ആക്സസ് ചെയ്യാൻ പറ്റും, ഡേറ്റാസ് ആക്സസ് ചെയ്യാൻ പറ്റും. ഡേറ്റാസ് പല ഏരിയയിൽ നിന്ന് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും. മേ ബി ഫ്രം Excel ഓർ മേ ബി ഫ്രം CSV, അല്ലെങ്കിൽ S3യിലാണ് ഡേറ്റ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഒരു CSV ഫയലായിട്ട് വെച്ചിട്ട് ഡേറ്റ കളക്ട് ചെയ്യാം. സോ ഈ ഒരു ഡേറ്റ ബേസ് ചെയ്തിട്ട് ഡിഫറെൻറ്റ് അൽഗോരിതംസ് വെച്ച് ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഔട്ട്കം പ്രഡിക്ഷൻസ് ആണ് വേണ്ടെങ്കിൽ പ്രഡിക്ഷൻസ് നോക്കാം, അല്ലെങ്കിൽ മറ്റ് തരത്തിലുള്ള അനോമലി ഡിറ്റക്ഷൻ ആണ് നോക്കണമെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എക്സ്പെരിമെൻ്റ് ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞ സേജ് മേക്കറിൽ എക്സ്പെരിമെൻ്റ് ചെയ്യാൻ പറ്റും. ഫൈനലി
പിന്നെ അതിനെ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പ്രൊഡക്ഷനിലേക്ക് പോകാനുള്ള ഡിഫറെൻ്റ് പൈപ്പ് ലൈൻസും സെറ്റ് ചെയ്യാൻ പറ്റും. മോഡൽ ഓട്ടോ ട്യൂൺ ചെയ്യാൻ പറ്റും. സോ ഇതൊക്കെയാണ് മെയിൻലി ഒരു ഇന്നത്തെ പോഡ്കാസ്റ്റ് കൊണ്ട് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. താങ്ക് യു എവരി വൺ. എപ്പിസോഡ് കേട്ടതിന് നന്ദി.